ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വോയിസ് കേൾക്കണ്ടോ? ഓക്കെ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിൽ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, അലിയൻ അക്കാഡമിയുടെ ട്രാൻസ്ലേഷൻ കോഴ്സിലും സ്പോക്കൺ കോഴ്സിലും പഠിക്കുന്ന പെൺകുട്ടികളാണ് ഭൂരിഭാഗവും ഈ ഒരു സെഷനിലുള്ളത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തില് വ്യത്യസ്തമായിട്ടുള്ള കടമ്പകൾ കടന്നിട്ടാണ് ഓരോരുത്തരും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നത്. വ്യത്യസ്തമായ ഘട്ടം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടില് പ്രിയദർശിനി സൗജന്യ യാത്ര, ആ ആനുകൂല്യം കിട്ടിയതും പെൺകുട്ടികൾക്കാണ്. ഇപ്പൊ നിങ്ങൾ ഭാഗ്യവതികളാണ്. 2 മണിക്കൂർ 1 രൂപ കൊടുക്കാതെ യാത്ര ചെയ്യാം. കോഴിക്കോട് നിന്ന് കയറിയാല് നേരെ അടിവാരത്തേക്ക് 2 മണിക്കൂറുണ്ട്, സീറോ പൈസ. ആ ഒരു തോട്ട് നമ്മുടെ കരിയറിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഫ്രീ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ? ഇല്ല. ജീവിതത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ പണമായി നിക്ഷേപിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോരുത്തരുടെ കരിയർ ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അക്കാഡമികളിലും നമ്മൾ പഠിക്കും. അൽഹംദുലില്ലാഹ്, അലിയൻ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം 3 വർഷമായിട്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ യാത്രയുടെ ഭാഗമായി നമ്മുടെ ട്രാൻസ്ലേഷൻ കോഴ്സ് പഠിക്കുകയും വലിയ രൂപത്തിൽ സ്കില്ല് നേടുകയും ചെയ്ത നമ്മുടെ അലുമ്നയിൽപ്പെട്ട ഒരു മെന്ററും കൂടിയാണ് ഇന്ന് നമുക്ക് സെഷൻ എടുക്കാൻ വന്നിട്ടുള്ളത്. ഓരോ പെൺകുട്ടികളുടെയും സ്വപ്നം സ്വന്തമായി ഏണിങ്സ് ഉണ്ടാക്കണം, സ്വന്തമായി കാലുമ നിൽക്കണം, അങ്ങനെ പറയാം, സ്വന്തമായിട്ട് കാലുമ നിൽക്കണം. അത്രയും ആഗ്രഹമുള്ള ആളുകൾ അതിനനുസരിച്ചിട്ടുള്ള എഫേർട്ടുകൾ എടുക്കും, അവരതിൽ വിജയിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാവരും അറബി ഭാഷയെ സ്നേഹിക്കുകയും ആ ഭാഷയിൽ ഡിഗ്രിയും PGയും ഇസ്ലാമിക് ശരിയ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ്. അറബി ഭാഷ എന്ന് പറയുന്നത് വളരെയധികം സൗണ്ടഡ് ആയിട്ടുള്ള ലാംഗ്വേജും കൂടിയാണ്. ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഭാഷയിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബിക് ഭാഷ എന്ന് പറയുന്നത്. ഒരു ഒരു ബിസിനസ് മോഡലിൽ അറബി ഭാഷയെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് ഏകദേശം ഖത്തർ, സൗദി അറേബ്യ, UAE ഈ 3 രാജ്യങ്ങളുടെ GDP എന്ന് പറയുന്നത് ഏകദേശം 2.5 ട്രില്യൺ ആണ്. അതുപോലെ തന്നെ ലോജിസ്റ്റിക് മേഖലയിലും ബിസിനസ് മേഖലയിലും വലിയ വലിയ പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ടൊക്കെ അറബി ഭാഷ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഷയും കൂടിയായിട്ട് വന്നിട്ടുണ്ട്. വലിയ സാലറി പാക്കേജ് നമുക്ക് ഈ ഭാഷയിൽ കിട്ടും. അപ്പൊ ഈ ഭാഷയിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് വായിക്കാനുള്ള അറിവുണ്ടായിരിക്കണം, സംസാരിക്കാനുള്ള അറിവുണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമുക്ക് ടീച്ചിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഒരാൾ അറബിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കി അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്കില്ല് നമുക്കുണ്ടായിരിക്കണം. അതാണ് ഏതൊരു ഭാഷയും പഠിക്കുമ്പോൾ LSRW മെത്തേഡ് എന്ന് പറയും. ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിങ്. മനസ്സിലാവുന്നുണ്ട്? ഈ ഒരു മെത്തേഡ് അറബി ഭാഷയിലും നമ്മൾ എന്താക്കേണ്ടതായിട്ടുണ്ട്,
പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഭാഷയിൽ സ്വപ്നമുണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ ലെവലിലുള്ള ഒരു വളർച്ച നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മാർഗം നമുക്ക് ഉണ്ടാവുകയും വേണം. ഞാൻ എൻ്റെ ആമുഖം നീട്ടി പറയുന്നില്ല. അൽഹംദുലില്ലാ, ഡ്രീം ഉണ്ടാവുകയും കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം സ്കില്ല് നേടുകയും ഒരു എന്റർപ്രണർഷിപ്പിൽ നല്ല ഒരു അക്കാഡമിയുടെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ അലുമിനയിൽപ്പെട്ട ഒരു മെന്ററും കൂടിയാണ് മുസ്ബിറ എന്ന് പറയുന്നത്. നിലവിൽ നിങ്ങളൊക്കെ ക്യൂ ലൈവ് അക്കാഡമി കേട്ടിട്ടുണ്ടാവും. ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്, ലാംഗ്വേജും എല്ലാതുമായിട്ട് ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ്. അതിന്റെ ഹെഡ് ഓഫ് അറബിക് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ സ്റ്റുഡന്റ് സക്സസ് പാർട്ട്ണർ എന്ന് പറയുന്ന പുതിയൊരു തലത്തിലേക്ക് ഈ വർഷം എന്തായിട്ടുണ്ട്, പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അവരുടെ ജീവിതവും അതുപോലെ തന്നെ അവരുടെ ആ ഒരു പഠനാന്തരീക്ഷവും എനിക്ക് തോന്നുന്നു ഷാർജയിൽ അൽ കാസ്മിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ മുസ്ബിറ. അവിടെ എക്കണോമിക്സ് ആണെന്ന് തോന്നുന്നു. അതൊക്കെ പറയും ഇൻഷാ അല്ലാ. അപ്പോ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമൊക്കെ ഇൻഷാ അല്ലാ മുസ്ബിറയുടെ ക്ലാസ്സിൽ ഉണ്ടാകും. നിങ്ങൾക്ക് മടിയില്ലാതെ ചോദിക്കാം. അതുപോലെ തന്നെ പെൺകുട്ടികൾ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക. അതുപോലെ തന്നെ ക്യാമറ ഓൺ ആക്കുക. ഞാൻ വെൽക്കം സ്പീച്ച് കഴിഞ്ഞാൽ ഇറങ്ങും, പിന്നെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, ചോദ്യങ്ങൾ പറയുന്നതിന് ഉത്തരങ്ങളൊക്കെ പറയാം. നല്ല ഫ്രൂട്ട്ഫുൾ ആയ യൂസ്ഫുൾ ആയ ഒരു സെഷൻ തന്നെ ആയിരിക്കും. നിങ്ങൾ മുതലാക്കണം, മനസ്സിലായോ? നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സെഷനുകൾ വെക്കുന്ന, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമുക്ക് ദിൽനയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. വളരെ എക്സൈറ്റഡ് ആയിരുന്നു നിങ്ങൾ. ഇതുപോലെ തന്നെ ഇൻഷാ അല്ലാ ഉഷാറാവട്ടെ. മുസ്ബിറാനെ അലിയൻ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുസ്ബിറ ലെഫ്റ്റ് ആയി തോന്നുന്നു, ഇപ്പൊ ജോയിൻ ആവും. പിന്നെ എല്ലാവരും നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കണം, മനസ്സിലായോ? സൈലന്റ് ആയിട്ടിരിക്കരുത്. നമുക്ക് ആസ്കിങ് സ്കില്ല് എന്ന് പറഞ്ഞൊരു സ്കില്ലുണ്ട്, ആസ്ക്. അപ്പോ നമ്മൾ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ കുറെ കിട്ടും. മറ്റേത് നമ്മൾ ഇങ്ങനെ കേട്ടിരിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ നന്നായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ക്ലാസ് ഒക്കെ നമ്മൾ എന്താക്കാം, ഉഷാറാക്കാം. ഇൻഷാ അല്ലാ മുസ്ബിറയെ ക്ഷണിക്കുന്നു. അസ്സലാമലൈക്കും. എന്റെ വോയിസ് ക്ലിയർ ആണോ എന്ന് നോക്കണം കേട്ടോ. ക്ലിയർ ഓക്കെ, ആണോ? ക്ലിയർ ആണ്. ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരുന്നില്ലല്ലോ, വേറെ സൗണ്ട്സ് ഒന്നും പുറത്തുനിന്ന്? ഇല്ല ഇല്ല. ഓക്കെ. സോ ഹായ്, അസ്സലാമലൈക്കും. എനിക്കങ്ങനെ വലിയ തരത്തിൽ ആമുഖം കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ല. സത്യം പറഞ്ഞാൽ അൽയുനാണ് എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ചെന്ന് തോന്നുന്നു. ഫസ്റ്റ് ടൈം ഞാൻ കൂടുതൽ വെബിനാഴ്സും കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ അൽയുൻ ടീമിന്റെ കൂടെയാണ്. സോ ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുസ്ബിറ എന്നാണ്. എൻ്റെ നാട് വരുന്നത് വളാഞ്ചേരി, മലപ്പുറം ജില്ലയിലാണ്. സോ എൻ്റെ ഒരു കരിയർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാല് അത്ര വലിയ ക്വാളിഫൈഡ് ഒന്നല്ല. എനിക്ക് തോന്നുന്നു എന്നെക്കാളും ക്വാളിഫൈഡ് ആയവരായിരിക്കും ഇതിൽ ഇരിക്കുന്നവരെല്ലാം. സദാ പോലെ ഒരു +1 +2 കഴിഞ്ഞു. അത് നാട്ടിൽ തന്നെ ആയിരുന്നു. അധികം ഇംഗ്ലീഷ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. സാധാ ഒരു മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അൽകാസ്മി യൂണിവേഴ്സിറ്റിയിലോട്ട് ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഒന്ന് കയറി പറ്റാം എന്ന് തോന്നിയിട്ട് പോയി. പക്ഷെ ലൈക്ക് നമുക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല, നമുക്ക് കുറച്ച് ഫെയിലേഴ്സ്. ഇപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഫെയിലർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നമ്മൾ അൽകാസ്മി യൂണിവേഴ്സിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? എന്നെ ഇതിനു മുമ്പ് പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ സാറ് പറഞ്ഞ പോലെ ലൈക്ക് ഒരു റേഡിയോ ആയിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നമുക്ക് സംസാരിച്ച് ഇന്ററാക്ഷനോട് കൂടി പോവാം. എന്റെ ഫസ്റ്റ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്ന ഐ മീൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണോ? ഇതിനു മുമ്പ് എന്നെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഫസ്റ്റ് ടൈം ആണോ? അതെ. ആണല്ലേ, ഓക്കെ. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് സ്റ്റോറീസ് പറഞ്ഞു തുടങ്ങാം. സ്റ്റോറി കേൾക്കാനും പറയാനും ഇഷ്ടമുള്ള ഒരാളാണ്. നിങ്ങളും അതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്ക് ഫെയിലർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമുക്ക് ഇന്ന് കാണുന്ന ഒരു ഗ്രേറ്റ് ലീഡേഴ്സും
അതിന് മുമ്പത്തെ, അതായത് വൺസ് അവർ എന്തായിരുന്നു, ഒരു ഓർഡിനറി പീപ്പിളോ അതല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഡ്രീംസ് വെച്ച് നടക്കുന്നവരാണ് ഇന്ന് കാണുന്ന നമ്മുടെ പല ലീഡേഴ്സും. ഈ ലീഡേഴ്സ് എന്ന് ഉദ്ദേശിച്ച് ഞാൻ പൊളിറ്റിക്കൽ ആയിട്ട് ഉദ്ദേശിക്കുന്ന ലീഡേഴ്സ് അല്ല, അതല്ലാണ്ട് നമുക്ക് ലൈഫിൽ അച്ചീവ്മെന്റ് തോന്നിയ കുറച്ച് പ്രഗത്ഭരായ വ്യക്തികൾ ഉണ്ടാവല്ലോ. അപ്പൊ അവരെല്ലാം നമ്മളെപ്പോലെ തന്നെ താഴ്മയിൽ നിന്നും വന്നവരായിരിക്കും. ഇപ്പൊ എന്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാല്, ലൈക്ക് ഞാൻ അൽക്കാസം യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. നമുക്ക് ആദ്യം അറബിക്ക് പഠിക്കണം അവിടെ. ഡിഗ്രിക്ക് കയറുന്നതിന് മുമ്പ് അറബിക്ക് പഠിക്കണമായിരുന്നു. ഇപ്പൊ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല, കാരണം ഷാർജ ഷെയ്ഖിന്റെ ഒരു നിബന്ധന ആയിരുന്നു നമ്മുടെ അനറബികളായിട്ടുള്ളവർക്ക് അറബിക്ക് പഠനം ഫ്രീ ആയിട്ട് കൊടുക്കുക, അവർക്ക് അറബിയിൽ എന്തെങ്കിലുമൊക്കെ ആക്കുക എന്നതായിരുന്നു നമ്മുടെ ഷെയ്ഖിന്റെ ഒരു പ്രധാന ഡ്രീം എന്ന് പറയുന്നത്. അപ്പോ ഏറ്റവും വലിയ ഒരു ഭാഗ്യം ലഭിച്ച ഒരാളായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ആ ഒരു ഭാഗ്യം എനിക്ക് എന്റെ ലൈഫിൽ എവിടെന്നാ വന്നത് എന്നുള്ള ഒരു യാതൊരു ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ്. ഇപ്പോഴും എന്നെ പുറത്തുനിന്ന് ഒരാൾ കണ്ടാൽ, അല്ലെങ്കിൽ എന്റെ ഉപ്പന്റെ ഫ്രണ്ട്സുകളൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് അവര് നോട്ടീസ് ചെയ്യുന്നത്, ആ അന്ന് ഷാർജയിൽ പഠിച്ച കുട്ടിയല്ലേ, കാസിമേല് കിട്ടിയ കുട്ടിയല്ലേ, ഒരുപാട് കോണ്ടാക്ട്സ് വരലുണ്ട്, എങ്ങനെയാ കിട്ടി, എന്താ കിട്ടി എന്നൊക്കെ ഉള്ളത്. അപ്പോ ഞാൻ പഠിക്കുന്ന ടൈമില്, നമ്മൾ ഡിഗ്രിക്ക് മുമ്പ് അറബിക്ക് പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു 1 ഇയർ ഫസ്റ്റ് ഇയറിൽ നമ്മൾ അറബി പഠിക്കുന്ന ടൈമില് അത്യാവശ്യം നല്ല നിലയിൽ 8ന്റെ പൊട്ടൽ പൊട്ടിയ ഒരാളായിരുന്നു ഞാന്. അതായത് എനിക്ക് 1 ഇയറോളം ഞാൻ അവിടെ മിസ്സായി. അതായത് എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. എന്റെ ഒപ്പമുള്ളവരെല്ലാം പാസ്സായി, അവർ കോളേജിലോട്ട് ഇരുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടി പ്ലസ് ടു പൊട്ടിയിട്ട് ബാക്കി ബെസ്റ്റ് ഫ്രണ്ട്സുകളെല്ലാം ഡിഗ്രിക്ക് പോകുമ്പോൾ നമ്മൾ വീണ്ടും പ്ലസ് ടുവിലോട്ട് പോകുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ല. ആ സങ്കടം എന്നും രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഉണ്ടാവും. കാരണം നമ്മുടെ വഴി ശരിക്കും പറഞ്ഞാൽ രണ്ടും രണ്ടായിരുന്നു അവിടെ. അതായത് കോളേജിലോട്ടുള്ള വഴി ഇങ്ങനെ പോവും, അതായത് ഈ അറബി പഠിക്കുന്ന സെന്ററിലോട്ടുള്ള വഴി ഇങ്ങനെയും പോകും. അപ്പൊ ഇതുവരെ ഫ്രണ്ട്സുകളൊപ്പം ഉണ്ടാവും, അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ 2 ഷെയർ ആയിട്ട് തരും. അപ്പോ ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ആ ഒരു സമ്മർ ബ്രേക്കിലൊന്നും നാട്ടിൽ വന്നില്ല, കാരണം എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഓക്കെ ഞാൻ ഇങ്ങനെ ഫെയിൽ ആയിട്ടുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അവര് പറഞ്ഞു, സാരല്ല, കാരണം നമുക്ക് അറബിക്ക്, നമ്മൾ മുസ്ലിംസ് ആണ്, പക്ഷെ മുസ്ലിംസ് ആണെന്ന് വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും അറബി അറിയണമെന്നില്ല. ഖുറാൻ വായിക്കാൻ അറിയുന്നുണ്ടാവും, ഖുറാന്റെ കുറച്ച് അർത്ഥങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാവും, അല്ലാണ്ട് അതിൽ കൂടുതലായിട്ടുള്ള ഒരു നോളജ് നമ്മളെ നാട്ടിലത്തെ ഒരു മുസ്ലിം ആൾക്കാർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചിലർ അതിനു വേണ്ടി കുറെ പ്രയത്നിക്കവർക്ക് ഉണ്ടാവും. ഇതൊരു പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിക്ക് എത്ര ആയാലും എത്ര ഉണ്ടാവാന്നുള്ളത് നമുക്കൊരു ചിന്ത നമുക്കറിയാലോ. സോ ആ ടൈമിലാണ് എനിക്ക് തോന്നി എങ്ങനെയെങ്കിലൊക്കെ ഇത് എഴുതി പഠിച്ചെടുക്കണം, ഡിഗ്രിക്ക് പോകണം, ഡിഗ്രി എത്തണം, ഫ്രണ്ട്സിന്റെ കൂടെ പോകണം. അങ്ങനെയാണ് ഞാൻ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചത്. അതായത് നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞ പോലെ, ഫൈസൽ സാർ പറഞ്ഞ പോലെ LSRW, അതായത് ലിസൺ, സ്പീക്ക്, അല്ലെങ്കിൽ റീഡ്, അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ഞാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഫ്രണ്ട്സസ് ആയിട്ട് നടന്നത്, ഞാൻ അറബ്സിന്റെ കൂടെ ഞാൻ കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു. സംഭവം നമുക്ക് അവര് പറയുന്നത് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് ചിലപ്പോൾ അവർക്കും മനസ്സിലാവില്ല. ഹിന്ദിയും ഇംഗ്ലീഷും അതിന്റെ ഇടയ്ക്ക് കുറെ ആംഗ്യ ഭാഷയൊക്കെ കാണിച്ച് ഞാൻ അവരൊപ്പം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈവൻ അപ്പൊ അവർ അറബ്സ്, ഇപ്പൊ എനിക്ക് ഒമാൻ എന്നൊക്കെ കുറച്ച് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു, അവരോട് ഞാൻ ഗ്രാമേഴ്സ് ചോദിക്കുന്ന ടൈമിൽ അവർക്ക് ഗ്രാമർ അറിയില്ല. അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. അതായത് അവർക്ക് അറബിക്ക് ഗ്രാമർ അറിയില്ല, പക്ഷെ അവർക്ക് അറബി പറയാനറിയാം. അപ്പൊ ഞാനും വിചാരിച്ചു, ശരിയാ, നമ്മള് മലയാളത്തില് നമ്മളോട് നല്ലൊരു തെറ്റ് വരുത്താണ്ട് ഒരു സെന്റൻസ് ഒരു ഒരു കാവ്യത്തിൽ എഴുതാൻ പറഞ്ഞാൽ നമുക്കും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുപോലത്തെ തന്നെ അറബ്സിന്, അവർക്ക് ചിലപ്പോ അവരിങ്ങ് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അവർക്ക് ചിലപ്പോൾ അതിന്റെ മീനിങ് അറിയുന്നുണ്ടാവും, ചിലപ്പോൾ അതിന്റെ ഗ്രാമർ പക്ഷോ കാര്യങ്ങളൊന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അന്നാണ് എനിക്ക് തോന്നിയത്, ഈ അറബിക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ല, എല്ലാവരും പഠിക്കേണ്ട ഒരു ലാംഗ്വേജും കൂടി ആണെന്നുള്ളത്. അങ്ങനെയാ പിന്നെ ഞാൻ ഇതേപോലെ ഒരുപാട് സോങ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. നാൻസിന്റെ, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഇൻസ്റ്റയിൽ കാണുന്നപ്പോഴത്തെ, ഇപ്പൊ ഇൻസ്റ്റയിൽ എനിക്ക് തോന്നുന്നു ആക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് സോങ്സ് അന്ന് ഞാൻ കേട്ട സോങ്സ് ആയിരുന്നു. അപ്പൊ അന്ന് കേൾക്കും, പിന്നെ കുറെയൊക്കെ ഇങ്ങനെ ചെവിയില് ലൈക്ക് ആ ഒരു പ്രൊണൗൺസിയേഷനും കാര്യം പഠിച്ചു വെക്കും, പിന്നെ ഗ്രാമർ കുത്തിയിരുന്ന് പഠിക്കും. അങ്ങനെ എന്താണ് പറയാ, ഫെയിൽഡ് ആയ ഒരാള് പിന്നീത്തെ എക്സാം എഴുതിയിട്ട്, എനിക്ക് അന്ന് A+ ഇല്ല, ഞങ്ങൾക്ക് A+ കാര്യങ്ങളൊന്നുമില്ല, A, B, C അങ്ങനെയുള്ള ഒരു റാങ്കാണ് വരുന്നത്. അന്ന് A കിട്ടിയിട്ടാണ് ഞാൻ ഡിഗ്രിയിലോട്ട് ഇരുന്നത്. അപ്പൊ അന്നൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം അപ്പൊ അന്നാ എനിക്ക് തോന്നി, അതായത് നമുക്ക് അറബിക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാല്, കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് എന്താ അതിനൊരു സക്സസ് ആയിട്ടൊരു കാര്യമുണ്ട്. അപ്പോ പിന്നീട് നമ്മൾ ഡിഗ്രിക്ക് ഇരുന്ന് എക്കണോമിക്സും കാര്യം പഠിക്കുന്ന ടൈമിലൊക്കെ ഈ അറബിക്ക് മുന്നോട്ട് കൊണ്ടുപോയിണ്ടായിരുന്നു.
പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോ അന്നത്തെ ഒരു എന്താ പറയാ ഒരു ഡ്രീം എന്ന് പറഞ്ഞാല് അറബിക്കില് വലിയൊരു കരിയർ വേണമെന്നോ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. അന്ന് നമ്മുടെ സാധാ ഒരു പെൺകുട്ടികളെ പോലെ കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാവണം, നാട്ടിൽ സെറ്റിൽഡ് ആവണം, അല്ലെങ്കിൽ ഗൾഫിൽ ഫാമിലിന്റെ കൂടെ നിൽക്കണം. ഇത് ഇങ്ങനെയൊക്കെ സാധാ ഒരു ടൈപ്പ് ആയിരുന്നു. എനിക്കങ്ങനെ ഇന്ന ജോബ് ചെയ്യണം എന്ന് അങ്ങനൊന്നും ഒരു കരിയർ ബേസ്ഡ് കാര്യം, ഒരു ഡ്രീംസും കാര്യങ്ങളൊന്നും എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിലെത്തി, പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട്, അതായത് നമ്മുടെ സാഹചര്യം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആയി പോകുന്നത്. അപ്പോ നാട്ടിലെത്തിയപ്പോ നമ്മുടെ കുറച്ച് ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു. ഒരു ഇൻഡിപെൻഡന്റ് ആയി നിൽക്കണം, നമ്മ ഒറ്റക്കാവണം ആയി. അപ്പോ കൂടെ ആരുമില്ല. അപ്പോ നമുക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് വാങ്ങണം. അങ്ങനെ തോന്നിയ ടൈമിലാണ് ലൈക്ക് എനിക്ക് തോന്നുന്നു ടീച്ചർ ഓൺ എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടാണ്. ടീച്ചർ ഓൺ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ഒരു സൈറ്റിൽ ഞാൻ എൻ്റെ ഫോട്ടോ കാര്യമൊക്കെ കൊടുത്തിട്ട് ആഹ് അത്യാവശ്യം ഒരു കള്ളം ഞാൻ എഴുതിയിട്ടു. അതായത് ഒരു 1 ഇയർ ആയിട്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിൽ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തത്. വിത്തിൻ എനിക്ക് തോന്നുന്നു 3 ഡേയ്സിനുള്ളിൽ എനിക്കൊരു കോൾ വന്നു. അത് ഗൾഫിൽ നിന്നായിരുന്നു കോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഫാദർ ആണ്. ഫാദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുസ്ബിറ അല്ലേ, എൻ്റെ മോൾക്ക് അറബിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അന്ന് നമുക്കറിയുന്ന അറബി എന്ന് പറഞ്ഞാൽ കുറച്ച് നെഹവും പിന്നെ കുറച്ച് ഗ്രാമർ ടൈപ്പും പിന്നെ കുറച്ച് സാഹിത്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു അറിയുന്നുണ്ടാവുക. എന്താണ് യു എയിൽ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സ് ഒക്കെ അവിടെയാണ്, പക്ഷെ നമ്മളൊന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് തോന്നി ഓക്കെ ഒരു കൈ നോക്കാം, ഡിഗ്രി പഠിച്ച നമുക്ക് എന്തായാലും ഗ്രേഡ് 1, 2 ഒക്കെ നമുക്ക് എന്തായാലും ഹാൻഡിൽ ചെയ്യാൻ പോകാൻ പറ്റുന്ന ഒരു വിശ്വാസം തോന്നി. അങ്ങനെയാണ് നമ്മൾ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഫസ്റ്റത്തെ ഗ്രേഡ് 3യിലായിരുന്നു ആ കുട്ടി വരുന്നത്. ശ്രീലക്ഷ്മി എന്നായിരുന്നു. നോൺ മുസ്ലിം ആണ്. അതാണ് ഒന്നുകൂടെ എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നിയത്. അതായത് നമ്മൾ നോൺ മുസ്ലിംസിനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു കൂലിയും കിട്ടും, അവർ അറബി പഠിക്കുകയും ചെയ്യാതെ പിന്നെ ഒരു ഇൻട്രസ്റ്റോടെ പോലെയാണ് നമ്മൾ പോയത്. അപ്പോ ഫസ്റ്റ് ഒക്കെ ഒരാഴ്ചയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. മീനിങ്സ് നോക്കണം, എഴുതി കൊടുക്കാനുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നീട് അതെന്ത് ചെയ്തു, ഞാൻ അത് യൂസ്ഡ് ആയി. അതായത് പിന്നീട് ആ കുട്ടി ഇപ്പൊ കറന്റ്ലി ആ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞു. ഗ്രേഡ് 3, 4 ആ കുട്ടി സ്റ്റാർട്ട് ചെയ്തത്. അത്രയും വർഷം ഞാൻ ആ കുട്ടീനെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗ്രേഡ് 10 കഴിഞ്ഞു. ആ കുട്ടിന്റെ അറബിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഫാദർ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇത്രയും വർഷം എന്റെ മോളെ നോക്കിയത് മാമ് മാത്രമാണ്, വേറെ ഒരാളും മോളെ നോക്കിയിട്ടില്ല. ഈ മോള് ഫസ്റ്റ് ടൈം ഇതേപോലെ മോള് നല്ല ഫെയിൽഡ് ആയിരുന്നു അറബിക്കില്. പിന്നീട് സ്കൂളിൽ ചെന്നപ്പോ ഒരു സുഡാന്റെ ടീച്ചർ ആയിരുന്നു ഈ മോളെ ടീച്ചർ ആയിട്ടുണ്ടായിരുന്നത്. ഒരു ബോയ് ആയിരുന്നു, ഒരു സാറ്. അപ്പൊ ആ സാറ് ഈ അച്ഛനോട് ചോദിച്ചത്രേ, മോൾക്ക് എവിടെ നിന്ന് എങ്ങനെ അറബി പഠിക്കാൻ പറ്റിയത്, ആരെ ഹെൽപ്പ് ചെയ്ത് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, ആ കുട്ടി ശ്രീലക്ഷ്മിന്റെ ഉപ്പുണ്ട്, അതായത് അരുൺ സാർ എന്നാണ് ഞാൻ പറയില്ല. അപ്പൊ അരുൺ സാർ പറഞ്ഞു ഇങ്ങനെ മുസ്ബിറ എന്ന് പറയുന്ന ഒരു മാം ആണ്, കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അപ്പ സാർ ചോദിച്ച കാര്യമുണ്ട്, മാം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോന്ന്, ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല, നാട്ടിൽ സെറ്റിൽഡ് ആണ്, അവര് നാട്ടിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയുടെ ഫാദറിന്റെ അടുത്ത് നിന്ന് എന്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് അയാൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് യു എ വന്നൂടാ, അതായത് ഞങ്ങളെ സിലബസ് നിങ്ങൾക്ക് അത്രയും ആപ്റ്റ് ആണ്, നിങ്ങൾ അത്രയും അഡാപ്റ്റ് ചെയ്തെടുത്ത് കുട്ടീനെ അത്രയും പഠിപ്പിക്കുന്നുണ്ട്, ഇത്രയും സക്സസ് സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊരു 3 മന്തിനുള്ളിലാണ് കുട്ടി ബേസിക്സ് ഫുള്ള് പഠിച്ചിട്ട് 5ാം ക്ലാസ്സിന്റെ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോ അത്രയും ടൈമിനുള്ളിൽ എങ്ങനെയാണ് ഈ കുട്ടീനെ പഠിപ്പിച്ചപ്പോ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്തൂടെ ആയിരുന്നു. അപ്പോ എനിക്ക് ആകെ ഒരു ഉത്തരേ ഉള്ളൂ, അതായത് ഞാൻ ക്വാളിഫൈഡ് അല്ല. അറബിക്കിൽ ഞാനൊരു ക്വാളിഫിക്കേഷൻ എനിക്കില്ല. എനിക്ക് ആകെയുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അൽ ഉയൂന് തന്ന ഒരു ഡിപ്ലോമ, എനിക്കൊന്നൊരു അറബിക് ട്രാൻസ്ലേഷൻ ഡിപ്ലോമ മാത്രമേ എനിക്കുള്ളൂ. വേറെ ഒരു ക്വാളിഫിക്കേഷൻ എനിക്കില്ല. അത് എവിടെ പറഞ്ഞാലും എനിക്കത് ഞാനൊരു മടി ഇല്ലാണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാനത്. അത് ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് അറബിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പൊ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കേഷൻ ഉണ്ടോ, ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടോ, PG കഴിഞ്ഞിട്ടുണ്ടോ. പക്ഷെ അവരുടെ മുമ്പിലെല്ലാം ഞാൻ പറയുന്ന ഒറ്റൊരു കാര്യമാണ്, എനിക്ക് യാതൊരു ക്വാളിഫൈഡ് അല്ല ഞാൻ, പക്ഷെ ഞാൻ എന്താണ് സ്കിൽഡ് ആണ്. അതെനിക്ക് എവിടെ പ്രൂവ് ചെയ്ത് കൊടുക്കാനും പറ്റും. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നാട്ടിലെ ഒരുപാട് അറബിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കണക്ട് ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവർക്ക് എഴുതാനും വായിക്കാനും അറിയാം, പക്ഷെ സംസാരിക്കാൻ അവർക്ക് അറിയില്ല. ഒരു അറബി മുമ്പിൽ വന്നാൽ അവർ പേടിക്കും, അവർക്ക് അറബി സംസാരിക്കാൻ. പക്ഷെ നേരെ തിരിച്ച് എനിക്ക് അറബി സംസാരിച്ച് അവരെ വീഴ്ത്താൻ എനിക്കറിയാം. അപ്പൊ ഞാൻ പറയുന്നത് സ്കിൽഡ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മുടെ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഞാൻ ഇത് എന്റെ കരിയർ ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കരിയർ ആക്കി എടുത്ത് എന്നുള്ളത് ഞാൻ പറയാം.
അപ്പോൾ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രീം, കമ്മ്യൂണിക്കേറ്റ്, സക്സീഡ്. അത് മലയാളം അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. ഡ്രീം എന്ന് പറഞ്ഞ സ്വപ്നം, കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, അത് സക്സീഡ് ആവാം, വിജയിപ്പിക്കുക. എങ്ങനെയാണ് ദ ഓൺട്രപ്രണൽ പവർ ഓഫ് അറബിക്. എങ്ങനെയാണ് അറബിക്കിൽ ഒരു ഓൺട്രപ്രണേഴ്സ് ആവാൻ നോക്കി നോക്കാം. ഇപ്പോ കറന്റ്ലി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, അതായത് ഇതിലിപ്പോ already കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ലൈക്ക് എന്തെങ്കിലും ക്വാളിഫൈഡ് ആയിട്ട്, ഐ മീൻ ക്വാളിഫൈഡ് അല്ല, എന്തെങ്കിലും ജോബ് കരിയർ ആയിട്ട് ബേസ്ഡ് ആയുള്ളവരാണോ? ടീച്ചേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സ് അങ്ങനെ ആരെങ്കിലും ആണോ ഇപ്പൊ ഇവിടെ നമ്മളിലിപ്പോ ഉള്ളത്? ജോയിൻ ചെയ്തവർ ഒന്ന് വോയിസ് ഓൺ ആക്കി പറഞ്ഞാൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഓൺലൈനിൽ ക്ലാസ് എടുക്കാറുണ്ട്. ഓൺലൈനിൽ ക്ലാസ് എടുക്കാണ്ട്. അപ്പൊ ഒരുപാട് പേര് ടീച്ചേഴ്സ് ആയിരിക്കും അല്ലെ? എന്നെ ടീച്ചേഴ്സ് ആയിരിക്കും, ടീച്ചറാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. യെസ്, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ചാറ്റിൽ പറഞ്ഞോളൂ ടീച്ചറാണ്. നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാം. ഞാൻ മാത്രം സംസാരിച്ചാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരും സംസാരിക്കുന്ന രീതിയിലോട്ട് പോവാം. എനിക്ക് തോന്നുന്നു കൂടുതൽ ഗേൾസ് ആയിരിക്കും ഇതിൽ വരുന്നുണ്ടാവുക. അപ്പൊ പിന്നെ പേടിക്കാനില്ലല്ലോ, ബോയ്സ് ആണെങ്കിൽ സംസാരിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോ എങ്ങനെയാണ്, അതായത് എന്റെ ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ, ക്യാൻ എ ലാംഗ്വേജ് ചേഞ്ച് യുവർ കരിയർ, ഇൻകം ആൻഡ് ഫ്യൂച്ചർ? പറ്റോ? ഒരു ലാംഗ്വേജ് കൊണ്ട് നമ്മുടെ തലവര മാറ്റാൻ പറ്റോ? ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് അറബിക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഥ, പാട്ട് ഇതൊക്കെയാണ്. ഐ ആം 12th ഗ്രേഡ്. ഓക്കെ, +2 ഇല്ലേ? +2 ഇല്ലാത്ത എത്ര താത്താര് നമുക്കുണ്ട്. പണ്ടത്തെ 10 +2 എന്ന് പറഞ്ഞ ഇപ്പത്തെ ഡിഗ്രീന്റെ കണക്കാ. അപ്പൊ അതൊന്നും ആരും വിഷമിക്കണം കേട്ടോ. സെഹറയാണ് പറഞ്ഞ 12th ഗ്രേഡർ ആണെന്ന്, അതൊന്നും പ്രശ്നമല്ല. ഇനിയിപ്പോ പഠിക്കുന്ന കുട്ടിയാണോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഒരു ലാംഗ്വേജ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ കരിയർ ബിൽഡ് ചെയ്യുക, അതല്ലെങ്കിൽ ഇൻകം ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഫ്യൂച്ചർ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് വേർ വൺസ് എന്താണ്, ഓർഡിനറി പീപ്പിൾ ആയിരുന്നു വിത്ത് എക്സ്ട്രാ ഓർഡിനറി ഡ്രീംസ്. അതാണ് നിങ്ങൾക്കും വേണ്ടത്, ദ പവർ ഓഫ് എ ഡ്രീം. ഒരു ഡ്രീമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറബിക്കിൽ ഒരു ഡ്രീം എന്തെങ്കിലും ഉണ്ടോ? അതായത് ലൈക്ക് എന്താ പറയാ, ഇപ്പോ എനിക്ക് അറബിക്കിൽ ട്രാൻസ്ലേറ്റർ ആവണം, അതല്ലെങ്കിൽ എനിക്ക് അറബിക്ക് ടീച്ചർ ആവണം, അങ്ങനെ ഈ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? യെസ് എന്ന് പറയുന്നുണ്ട് ഒരുപാട് പേര്. അപ്പൊ നോക്കി നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ തുടങ്ങാം. ഫസ്റ്റ് വണ്ണ് നമുക്ക് പവർ ഓഫ് എ ഡ്രീം. നമ്മുടെ ഒരു പവർ ഉണ്ട് ഡ്രീം എന്ന് പറയുന്നത്. അതായത് എല്ലാ സക്സസും ബിഗിൻ ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, ഒരു സ്വപ്നം കൊണ്ടാണ്. ചിലപ്പോൾ സ്വപ്നം ഇല്ലാണ്ട് നമ്മുടെ തലവര കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലക്ക് കൊണ്ട് വരുന്ന ഒരുപാട് സക്സസുകൾ നമുക്കുണ്ട്. ഇപ്പോ അറബിക്കിന്റെ കേസൊക്കെ പറയുന്നത്, അറബിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ, അതായത് ഒരു 400 മില്യൺ പീപ്പിൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ അറബിക് എന്ന് പറയുന്നത്. ഈ അറബിക്കിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ, ഇപ്പൊ ഇബ്നുസീനൊക്കെ അന്നത്തെ കാലത്ത് മെഡിക്കൽ ടൈപ്പ് ബുക്സ് ഒക്കെ ഇറക്കിയവരായിരുന്നു. ആ ബുക്സ് യൂസ് ചെയ്തിട്ട് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു അറബിക് ലാംഗ്വേജ്, അതായത് ഖുറാന്റെ ലാംഗ്വേജ് ആയ അറബിക്, അതിൽ നിന്ന് ഇന്നത്തെ കാലത്ത് വന്ന മാറ്റങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഡിജിറ്റൽ AI വന്നപ്പോ തന്നെ നമുക്ക് അറബിക് വെച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഒന്ന് ആരോ വോയിസ് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്, വോയിസ് ഒക്കെ ഒന്ന് ഓഫ് ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടാണ് അറബിക് നമുക്ക് മാറ്റേഴ്സ് ആവുന്നത് ഇന്നത്തെ കാലത്ത്? എന്തുകൊണ്ട് അറബിക് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തരുന്നു എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇപ്പൊ ഗൾഫ് ജോബ് മാർക്കറ്റ്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഗൾഫിലോട്ട് പോവാണെങ്കിൽ ആദ്യം ചിലപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും, ഞാൻ എങ്ങനെയാണ് അവിടെ അറബികളോട് സംസാരിക്കുക, ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മുടെ ഉപ്പമാർക്കൊക്കെ അറിയാം, നമ്മുടെ ഉപ്പമാരല്ല നമ്മള് മാമന്മാരൊക്കെ ഗൾഫിലാണെങ്കിൽ അവരൊക്കെ ചിലപ്പോ ഇതേപോലെ ഡിഗ്രിയോ 10ഓ ഒന്നുമില്ലാത്തവരായിരിക്കും, ചിലപ്പോൾ ക്വാളിഫൈഡേ അല്ലായിരിക്കും, പക്ഷെ അവര് ലാംഗ്വേജിൽ പുലിയായിരിക്കും അല്ലെ. അറബിക്കൊക്കെ അവർ കൈകാര്യം ചെയ്യണ കണ്ടാൽ നമുക്ക് ഇങ്ങനെ അസൂയ തോന്നും. അപ്പോ അതെന്താണ് അറബിക് മാറ്റേഴ്സ് ആയി അവിടെ വന്നത്? കാരണം ട്രേഡും കൊമേഴ്സും കാരണം അവർക്ക് അത് എന്ത് ചെയ്യണം, അവിടെ പിടിച്ചു നിൽക്കണേ അവർക്ക് എന്ത് വേണം, അവരെ ലാംഗ്വേജ്, അതായത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ ലാംഗ്വേജ് പഠിച്ചാലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതെന്താണ് ഒരു മാറ്റർ ആയി വന്നിട്ടുണ്ട്. അതാണ് ബിസിനസ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്നത്.
ദെൻ അനദർ വൺ ആണ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ലൈക്ക് ഞാൻ ക്യൂലൈവിൽ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആവണതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത ഒരു സ്ഥലമായിരുന്നു അൽമാസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അൽമാസ് ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് അറബ്സിനെ കാണും. അതായത് ഞാൻ ട്രാൻസ്ലേറ്റർ ആയിട്ട് തന്നെ വർക്ക് ചെയ്തതിനാണ്, പ്ലസ് മെഡിക്കൽ ഇന്റർപ്രറ്റർ എന്നൊക്കെ പറയും. അതായത് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര ജോബാണ്, പക്ഷെ നമ്മൾ കാര്യത്തോട് അടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മള് കുറെയൊക്കെ അവരെ പിന്നാലെ നടക്കുക, അവർക്ക് എന്താണ് കാര്യങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കി കൊടുക്കുക, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ അന്നൊക്കെ പറഞ്ഞാല് അധികം ഞാൻ അറബ്സിനെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു അവര് നാട്ടിക്ക് വരും, അതായത് അവര് കേരളത്തിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഒന്നാസ് ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിലോട്ട് ഇറങ്ങിയപ്പോ എന്റെ അപ്പുറത്തുണ്ട് ഇരുന്നെങ്ങാണ്ട് ഇതേപോലെ ഒരു അറബി ഒരു ഫീമെയിൽ ലേഡി ഉണ്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പൊ ഞാനിങ്ങനെ സൗണ്ട് കേട്ടപ്പോ അറബ്സിനെ പോലെ തോന്നി, ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോ ശരിക്കും അറബാണ്. അപ്പൊ ഞാൻ സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി വന്നാണ് ട്രീറ്റ്മെന്റിന്. അപ്പോ മാർക്കറ്റിലോട്ട് ഇറങ്ങിയാണ്. അപ്പൊ ഈ വളാഞ്ചേരി മാർക്കറ്റ് എന്താണ് അത്ര വലിയ കോഴിക്കോട്ട് മാർക്കറ്റ് പോലെ ഒന്നല്ല, ചെറിയൊരു മാർക്കറ്റാണ്. പക്ഷെ എനിക്ക് കണ്ടപ്പോ എനിക്ക് അത്ഭുതം വന്നു. ഇത് എത്രത്തോളം നമ്മുടെ നാട് മാറി, എത്രത്തോളം അവര് നമ്മുടെ നാടിനെ അഡാപ്റ്റ് ടൗൺ ചെയ്തു. പേപ്പർ ഒന്നും ഇല്ലല്ലോ. അവിടെ ഉണ്ട്. ഓക്കെ, ആരോ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹെൽത്ത് കെയർ ആയാലും മെഡിക്കൽ ആയാലും നമ്മൾ അറബിക്ക് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അൽഉയുവിന്റെ കേസ് നമുക്ക് പറയാം. അൽഉയുവിൽ നമ്മൾ ഒരുപാട് ട്രാൻസ്ലേഷൻ കോഴ്സസ് കൊടുക്കുന്നുണ്ട്. ഈ ട്രാൻസ്ലേഷൻ കോഴ്സസ് കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ക്യൂലൈവിൽ തന്നെ നമ്മുടെ ക്യൂലൈവിൽ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വെബിനാറിന് ശേഷം 5-6 പേർക്ക് നമ്മൾ ജോബ് ഓഫർ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, ടീച്ചിങ് ഇഷ്ടമുള്ളവരാണ് അവരെല്ലാം. അപ്പൊ ഈ അൽഉയൂൻ എന്ന് പറയുന്ന ടീം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാസിൽ സാറും ഇവരൊക്കെ ഒരുപാട് പേർക്ക് ജോബും കാര്യം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എന്ത് ബേസ്ഡ് ആണ്, അറബിക് ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അതായത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇവര് ഭയങ്കര മോട്ടിവേറ്റഡ് ആണ് നമ്മളെ. നമ്മൾ ഗേൾസ് ആണ് ബോയ്സ് ആണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഏതറ്റം പോവാൻ താല്പര്യമുള്ളവരാണ് നമ്മുടെ ഈ ഒരു ടീം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട്, ഇപ്പൊ നിങ്ങൾ ആ ഗ്രൂപ്പ്സിലൊക്കെ ഉണ്ടാവും, അറബിക്കിന്റെയും അലുമിനി ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും വാട്സപ്പിന്റെ അല്ലെ. അതിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും വരലുണ്ട്. അത് ജസ്റ്റ് അവര് ഷെയർ ചെയ്യാൻ മാത്രമല്ല, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യം അവർ ക്ലിയർ ആക്കലുണ്ട്. അപ്പോ ഈ അറബിക് എന്ന് പറയുന്നത് ഇത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റി വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും 400 മില്യൺ പീപ്പിൾ വേൾഡ് വൈഡിൽ നമ്മൾ ഇത് സ്പോക്കൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മിഡിൽ ഈസ്റ്റിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ കൂടുതലായിട്ട്. ഇപ്പൊ നാട്ടിലൊരാള് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവരെ ആദ്യത്തെ സ്വപ്നം എന്ന് പറഞ്ഞാല് ഒരു 3-4 ഷോപ്പ് തുടങ്ങണം, പിന്നെ ദുബായ് തുടങ്ങണം, പിന്നെ സൗദിയിൽ തുടങ്ങണം. ഈ ഒരു ആഗ്രഹം വെച്ച് തുടങ്ങുന്നവരാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര്. അപ്പൊ ഇങ്ങനെ മിഡിൽ ഈസ്റ്റിലോട്ട് അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മൾ അറബിക്ക് അത് വരും. ഇപ്പൊ ഏതൊരു കമ്പനി എടുക്കുകയാണെങ്കിലും ദുബായിലെ ആണെങ്കിലും അവിടെ ഉണ്ടാവും അറബിക്ക് ട്രാൻസ്ലേറ്റർ ആയിട്ട് ഒരാൾ വേണ്ടി വരും, അല്ലെങ്കിൽ അറബിക്ക് ലാംഗ്വേജ് അല്ല അവരെ ഡോക്യുമെന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണ്ടി വരും. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ അലുവിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട് ട്രാൻസ്ലേഷന്റെ കോഴ്സിൽ. ഞാൻ അത് എടുത്ത ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങൾ ചെയ്ത പല വർക്കുകളും എനിക്ക് തോന്നുന്നു അത് റിയൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിരുന്നു ഞങ്ങൾ ചെയ്തത്. അന്ന് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയ ഓക്കെ ഇങ്ങനെ കമ്പനീസിൽ ഇങ്ങനെ ഡോക്യുമെന്റ്സ് ഒക്കെ വന്നിട്ട് നമ്മളത് അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടും ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലോട്ടും ചെയ്യുന്നത്. അപ്പൊ ആ കോഴ്സസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് പ്രൊമോഷൻ ആയിട്ടോ കാര്യങ്ങളായിട്ട് പറയല്ല, കാരണം ഞാൻ എടുത്ത ഒരാളാണ്, ആ ഒരു ബേസിലാണ് ഞാൻ പറയുന്നത്. കാരണം ആ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ വേറെ, നമ്മൾ അറബി പഠിച്ചിട്ട് ട്രാൻസ്ലേഷൻ, എനിക്ക് തോന്നുന്നു ട്രാൻസ്ലേഷൻ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇവര് മന്ത്ലി ഓരോ മാസത്തിലും ഓരോ ലോക്കൽ അറബ്സിനെ കൊടുത്തിട്ട് വെബിനാഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഇവനിപ്പോ നമുക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അറബിക്ക്, എന്നാലും നമ്മൾ അത് കയറി അത് ഇതാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതാണ് ഇവർ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് തോന്നിയ കാര്യം അതാണ് അലിയുവിനെ കുറിച്ചിട്ട്. കാരണം അവർ അത്രയും എഫേർട്സ് എടുത്തിട്ടാണ് അവർ ഓരോ അറബ്സിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ്, അതോ അവർക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് പ്രൊമോഷനോ അല്ല അവർക്ക് അത്രയും ബിസിനസ് കിട്ടാനോ കാര്യങ്ങളൊക്കെ ഒന്നുമല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും പേര് വന്ന് ഓരോ ടോപ്പിക്സ് വെച്ചിട്ട് അവർ കവർ ചെയ്ത് തരുന്നത്. സോ ഇന്നത്തെ കാലത്ത് ഇപ്പൊ AI വന്നു അല്ലെ, AI വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നേ, ആർക്കെങ്കിലും പറയാൻ പറ്റും? ഈ AI വന്നിട്ട് നമ്മൾ അറബ്സിന്റെ ജോബ് പോയി അല്ല അറബിക്ക് ജോബ് പോയി എന്ന് തോന്നിയവരുണ്ടോ ആരെങ്കിലും? അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ AI വന്നു അതുകൊണ്ട്
ഇപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ചാറ്റ് ജിപിടി ഉണ്ട്, അല്ലെങ്കിൽ ജെമിനൈ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. കാരണം ഈ എ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് നമ്മൾ കാണരുത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബിസിനസ് പാർട്ണർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് എ ഇസ് നോട്ട് എ കോമ്പറ്റീറ്റർ, ഇറ്റ്സ് എ ബിസിനസ് പാർട്ണർ. അതെങ്ങനെയാണ് ബിസിനസ് പാർട്ണർ ആയിട്ട് നമ്മൾ എടുക്കാൻ കഴിയുക? ആർക്കേലും അറിയോ? നിങ്ങൾ എ വെച്ചിട്ട് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആർക്കേലും ഐഡിയ ഉണ്ടോ? അറബിക് ബേസ്ഡ് ആയിട്ട് ആർക്കേലും പറയാൻ പറ്റോ? എന്താ ആരും സംസാരിക്കാത്ത? ആർക്കും ഐഡിയ ഇല്ല? ആർക്കേലും ഐഡിയ ഉണ്ടോ? അറബിക് പ്ലസ് എ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം? അതിനിപ്പോ നിങ്ങൾക്ക് ലക്ഷങ്ങൾ, ഈ ബിസിനസ് എന്ന് ഞാൻ ഇപ്പോഴേ പറയാം, ഈ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഈ ബിസിനസ് എന്നൊക്കെ പറയുന്നത് ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള ഒരു ഒരു കളിയാണെന്ന് ആരും വിചാരിക്കരുത്. ഈ ബിസിനസ് ചിലപ്പോൾ 1 രൂപ കൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു എമൗണ്ട് ഇല്ലാണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അതിനുള്ള കുറച്ച് ട്രിക്സും ടിപ്സും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കാം. നമുക്ക് വരുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ മെഡിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോ ഈ മെഡിക്കലിൽ നമ്മൾ അറബിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പോ നമുക്കൊരു ലാംഗ്വേജ് ക്യാൻ സേവ്, ഒരാളെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാല് നമുക്ക് കേൾക്കണ്ടേ, ഭാഷ ഒരാളെ ജീവിതം എങ്ങനെയാണ് രക്ഷിക്കുക എന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാവും. പക്ഷെ അതിന്റെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളാണ് ഞാൻ. അതായത് ഞാൻ അൽമാസിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ടൈമിൽ ഞാൻ വിചാരിച്ചു ലൈക്ക് ഓക്കെ, ഒരു അറബികൾ വരുന്നു, സംസാരിക്കുന്നു, ഏരി വന്ന് എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ ചെയ്യുന്നു, കൊടുക്കുന്നു, അവര് പോകുന്നു. ഇതായിരിക്കും എന്റെ സാധാ ജോലി എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു ഞാന്. പിന്നീട് എനിക്ക് വന്ന മാറ്റം, അല്ലെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അതായത് ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത്. അതായത് ഈ ഡയാലിസിസിന് വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ ICUല്. അപ്പൊ എനിക്ക് തോന്നി ആ ഡയാലിസിസിന്റെ ഉള്ളിലോട്ടൊന്നും അങ്ങനെ എല്ലാവരും ഒന്നും കയറ്റൂല. അപ്പൊ അതിന്റെ അതായത് അത് ഓക്കെ ആയിട്ടുള്ള കുറച്ച് നഴ്സസ്മാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് മാത്രമാണ് അതിന്റെ ഉള്ളിലേക്ക് കടക്കുക. അതല്ലാത്തവർക്കൊന്നും കടക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട്, അതായത് അറബ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു സർജറി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഭാഗ്യം ലഭിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞത്. അതായത് ഒരു ഒരു സൗദിന്ന് വന്ന, അവിടുത്തെ സൗദി കോൺസുലേറ്റിലെ ഒരാളായിരുന്നു, ഒരു പ്രധാനപ്പെട്ട സൗദിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഒരാൾ നമ്മുടെ അൽമാസിൽ ഉണ്ടായിരുന്നു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അയാളെ സർജറിക്ക് വേണ്ടി ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു അതിന്റെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സാറ് എന്നോട് രാവിലെ പറഞ്ഞു, ഇന്ന ടൈമിൽ സർജറി നടക്കുന്നുണ്ട്, നീ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അത് പറയുന്നത് ഒരുപാട് നഴ്സുമാരുണ്ട്, അതിന്റെ ഇടയിൽ എന്നെ വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, സർജറിക്ക് എന്തിനാ ഞാന്, നിങ്ങളല്ല ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ചോദിച്ചു, നിങ്ങളല്ല ചെയ്യുന്ന സർജറി, ഞാൻ എന്തിനാ സർജറിക്ക് വരുന്ന ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ആവശ്യമുണ്ട്, നീ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ വരാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഉള്ളിൽ കയറുന്ന നേരത്ത് ലൈക്ക് നമുക്കിപ്പോ അത്ര ഹോസ്പിറ്റലുമായി ബന്ധമുണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, സദാ പോലെ തന്നെ ഈ ഡോക്ടേഴ്സിന് കൊടുക്കുന്ന സെയിം ആ ഒരു മെഡിക്കൽ കിറ്റ് ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ ഉള്ളിലോട്ട് പോയത്. അപ്പോ ഞാൻ ഉള്ളിലോട്ട് പോയപ്പോ ഇവര് കുറെ ബ്ലഡ് എടുക്കുന്നു, കുറെ ചെക്ക് ചെയ്യുന്നു, കുറെ ഓക്സിജൻ വെക്കുന്നു, എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ച റബ്ബേ, എന്തിനാ ഇവർ എന്നെ വിളിച്ചിട്ടുള്ളത്, ഇത് കാണാനാണോ? നമുക്കാണെങ്കിൽ ഈ സ്കിൻ റിലേറ്റഡ് സർജറീസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ലൈക്ക് ഫുഡ് കഴിക്കാൻ തോന്നൂല, സത്യം പറയാലോ. അന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം ആ ഒരു ആ ഒരു രോഗിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയാ, എനിക്ക് അങ്ങനെ സഹതാപം തോന്നിയ ഒരു രോഗിയാണ്. അതായത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, പഠിച്ചപ്പോ എന്തേലും ഒരു വരം കിട്ടുകയാണെങ്കിൽ ആ രോഗിയുടെ അസുഖം അപ്പൊ ഒന്ന് മാറ്റി കൊടുക്കണേ. കാരണം അത്രയും കഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരാളായിരുന്നു. അയാളുടെ സ്കിൻ അത്രയും പൊട്ടിപ്പൊളിഞ്ഞ് അയാൾക്ക് കാലിന് താഴെ ശേഷിയില്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് സഹായം ഞാൻ ചെയ്യാനുള്ളത്? കാരണം എന്റെ അടുത്ത് ഞാനൊരു മേജിക്കൽ ഹാൻഡ്സ് ഉള്ള ഒരാളൊന്നും അല്ല ഞാന്, ഒരു ക്വാളിഫൈഡോ അല്ല, ഒന്നുമല്ല. പിന്നെ എന്താണ് എന്റെ സഹായം? പിന്നീട് എനിക്ക് മനസ്സിലായത് ഡോക്ടർ എന്തിനാ എന്നെ വിളിച്ചെന്നുള്ളത്. കാരണം ഇയാള് ടെൻഷനുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, അരക്ക് താഴെ ഒരു ചലനമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ ഇവർക്ക് അനസ്തേഷ്യ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇയാൾക്ക് വേദന അറിയില്ല, പക്ഷെ ഇയാൾക്ക് ടെൻഷൻ ഉണ്ട്. അപ്പൊ ഇയാൾ ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കണം. അപ്പൊ സംസാരിക്കാൻ ഇയാൾ അറബിയ പറയുള്ളൂ, ഇംഗ്ലീഷ് അറിയില്ല. അപ്പോ ഈ ഡോക്ടേഴ്സിന് പിന്നെ സംസാരിച്ചിരിക്കാനുള്ള നേരവും ഇല്ല, ലാംഗ്വേജും ഇല്ല. അവിടെയാണ് അവർക്ക് എന്റെ ഹെൽപ്പ് വന്നത്.
ഞാൻ ഇയാളുടെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഇയാൾ എങ്ങനെയാണ് ഈ രോഗത്തിലോട്ട് എത്തിയത്, എന്തൊക്കെയാണ്. പിന്നീട് നമ്മൾ ഓരോ പ്രൊസീജിയേഴ്സ് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചക്ഷൻ എന്തിനുള്ളതാണ്, കാരണം അയാൾ ചോദിക്കും ഇത് എന്തിനാണ്. കാരണം അന്യ നാട്ടിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് ഇതും കുത്തി വെക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും, ഇത് എന്തിനാ ഏതിനാന്നുള്ളത്. അപ്പൊ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പൊ അന്ന് രാവിലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. എന്തായാലും ഒരു വലിയ വലിയ ഒരു സർജറി കാര്യമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അറിവ് പറയാൻ പറഞ്ഞാൽ നമുക്ക് എന്തായാലും ബബ്ബ പഠിക്കും. അപ്പൊ ഞാൻ അന്ന് രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ ആ രോഗം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ChatGPT നോക്കി, ഗൂഗിൾ നോക്കി, ഞാൻ കുറച്ച് വേർഡ്സ് ഒക്കെ പഠിച്ചു. ഞാൻ അങ്ങനെയൊക്കെ അയാളോട് സംസാരിച്ച് ആ ഒരു സർജറി കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, സ്കിൽഡ് ആണ്. ബട്ട് പേഷ്യൻസിന് എന്താണ്, അവർക്ക് എന്താണ് അവരെ ഡയഗ്നോസിസ് അല്ലെ എന്താ അസുഖം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ അറിയില്ല. അത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ എന്ത്, ഈ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ് അവിടെ നടക്കുന്നത്. അതായത് ആ ഒരു സംസാരിക്കാനുള്ള ഒരു മതിൽക്കെട്ട് ഉണ്ടാവും അവർക്കിടയിൽ. കാരണം ഏത് ലാംഗ്വേജിൽ അല്ലെ ഏത് ടൈപ്പ് പറയുന്നത് അത് നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സ് ആണ് ആ ഒരു ബാരിയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അവിടെ ട്രാൻസ്ലേറ്റേഴ്സിന് എന്താണ് ഒരു സൊല്യൂഷൻ ആണ്. ഈ അറബിക് എന്ന് പറയുന്ന ലാംഗ്വേജ് എന്താണ് അവിടെ ഒരു സ്കില്ലായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു സോൾവ് ആയിട്ട്. അതായത് ഒരു അറബിക് എക്സ്പേർട്ട് കാൻ ഹെൽപ്പ് ബിസിനസ് അല്ലെങ്കിൽ കാൻ സേവ് ലിവ്സ്. ഒരാളെ ജീവിതം പോലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. അപ്പോ നിങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അറബിക് കൊണ്ട് ഒരാളെ കൂളാക്കി ഇരുത്താൻ, ഒരു സർജറി ഫുള്ള് മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ സർജറിന്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അത്രയും അതായത് അത്രയും ഇതുള്ളൊരു സംഭവമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ അനദർ വൺ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ എപ്പോഴും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങളിപ്പോ ചോദിക്കാണ് ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ ഇപ്പൊ അൽമാസിൽ വർക്ക് ചെയ്തെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ലൈക്ക് വേർ ക്യാൻ ഐ ഫൈൻഡ് എ ജോബ്, ഈ ജോബ് എവിടുന്ന നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അത് നമ്മളെപ്പോഴും അത് നമ്മൾ ചോദിക്കാൻ പാടില്ല അങ്ങനെ. അതായത് വേർ ക്യാൻ ഐ ഫൈൻഡ് എ ജോബ് നമ്മൾ ഒരിക്കലും ചോദിക്കുക. അതായത് ഏത് പ്രോബ്ലം ആണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് അവിടെ ജോബിനല്ല അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നമ്മുടെ അറബിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആ പ്രോബ്ലം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ അതിനെ ടേൺ ചെയ്യണം. അതായത് ടേൺ ദ പ്രോബ്ലം ടു ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായിരിക്കണം നമ്മുടെ ലൈഫിൽ. അല്ലാണ്ട് എപ്പോഴും നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത പ്രോബ്ലംസ് നമ്മൾ പോയിട്ട് ഹെൽപ്പ് ചെയ്യല്ല വേണ്ടത്. പുതിയത് വരുന്ന പ്രോബ്ലംസ് അത് നമ്മൾ ചെയ്യണം, സോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ടേൺ ചെയ്തിട്ട് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ആക്കണം. ഇപ്പൊ ഒരുപാട് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ചിലപ്പോൾ മെഡിക്കലിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ട്രാൻസ്ലേറ്റേഴ്സ് ഇപ്പൊ നമ്മുടെ കോഴിക്കോട്, കോട്ടക്കൽ, മലപ്പുറം ഈ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. പക്ഷെ അത് എടുക്കുന്നവര് അത് ലൈക്ക് നമ്മൾ ചെയ്യുന്ന ജോബ് പെർഫെക്റ്റ് ആണ് നമുക്ക് തോന്നണം. അതായത് എന്തെങ്കിലുമൊക്കെ അറബ്സിനോട് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് സംസാരിച്ച് പോവാണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും കുറച്ചുകൂടെ സത്യസന്ധത കാണിച്ച്, അവര് അത്രയും നമ്മൾ വിശ്വസിച്ച് നമ്മളെ കേരളത്തിലോട്ട് വരുന്നവരാണ്. അപ്പൊ അവർക്ക് ആ ഒരു ലാംഗ്വേജ് ബാരിയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, ടേൺസ് ലാംഗ്വേജ് സ്കിൽ ഇൻ ടു സർവീസ്. ഇപ്പൊ ഒരുപാട് സർവീസ് നമ്മൾ പറഞ്ഞ ട്രാൻസ്ലേഷൻ സർവീസ് അല്ലെങ്കിൽ മെഡിക്കൽ ട്രാൻസ്ലേഷൻ, ഓൺലൈൻ അറബിക് ട്യൂട്ടറിങ്, ഇതായിരിക്കും നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ആണോ? കാരണം ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എനിക്ക് ഈ ഓൺലൈൻ ആയിട്ടുള്ള ടീച്ചിങ് എന്ന് പറയുന്നത്, അറബിക്കിന്റെ. അതിലാണ് ഞാൻ എക്സ്പേർട്ട് ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയാണ് ഇന്നത്തെ കാലത്ത്. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഇപ്പൊ ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പൊ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാൻ നിങ്ങൾ ഫേസ് കാണിക്കണം എന്നില്ല. ഇപ്പോ പുതിയ അൽഗോരിതം അല്ലെങ്കിൽ പുതിയ അതായത് ഇൻസ്റ്റഗ്രാം ഹൈലൈറ്റിലൊക്കെ നമുക്ക് കാണലുണ്ട്, നമ്മുടെ ഫേസ്ലെസ് ആയിട്ട് ഒരുപാട് വീഡിയോസും മില്യൺസ് അടിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്കൊരു ബ്രാൻഡ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം ആണ്. അതായത് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ നോളേജ് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്ലിപ്സ് ആക്കിയിടാം. എനിക്ക് തോന്നുന്നു അല്ലുയുവിന് ഇതിന് മുമ്പ് കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സാറിന് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല, വാട്സപ്പിലൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ അറബിക്ക് ചില വേർഡ്സ് ഒക്കെ സംസാരിക്കുന്ന ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ, അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ ക്ലിപ്സ്, അതായത് ഇപ്പൊ ചെറിയ ചെറിയ വേർഡ്സ്, ഇപ്പോ ആപ്പിളിന് എന്താ പറയാ, തുഫാഹ്,
ഓക്കെ. അങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ വേർഡ്സ് നമ്മൾ പറയാ, ഒരു പിക്ചർ കാണിക്കുക, അങ്ങനത്തെ ചെറിയ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇൻസ്റ്റഗ്രാം ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ടീംസ് ഉണ്ട് അറബിക്ക് പഠിപ്പിക്കുന്നവര്, സ്പോക്കൺ ആയിട്ടും അതല്ലാണ്ട് ട്യൂഷൻ ആയിട്ടൊക്കെ ഉള്ളവരുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളത് ഇല്ലാണ്ടാവോ എന്നുള്ളൊരു ഡൗട്ട് ആർക്കും വേണ്ട. കാരണം പറയാൻ പറ്റില്ല നമുക്ക് എവിടെയാണ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ക്രിയേറ്റ് എഡ്യൂക്കേഷണൽ കോണ്ടന്റ് വീഡിയോസ് ആക്കി ഇടാം. അറബിക്കിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അറബിക്കിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പറയാം. ബിക്കം നോൺ ഫോർ യുവർ എക്സ്പെർട്ടൈസ്, അതായത് നിങ്ങളുടെ എക്സ്പെർട്ടൈസ്, അതായത് നിങ്ങൾ എന്തിലാണ് എക്സ്പേർട്ട് ആയിട്ടുള്ളത് നിങ്ങൾ കണ്ടെത്താൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെഡിക്കലിലാണെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അതല്ല നിങ്ങൾക്ക് ടീച്ചിങ്ങിലാണെങ്കിൽ ഒരു കുട്ടീനെ എങ്ങനെ ടീച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ നോക്കിയാൽ അറിയാം UA സിലബസ് ഒക്കെ അടിപൊളിയായിട്ട് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളി വ്യൂസ് കിട്ടുന്ന വീഡിയോസും ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതായത് നിങ്ങൾ എപ്പോഴും ഒരു ലാംഗ്വേജ് ടിപ്സ് ഷെയർ ചെയ്യുക ഓൺലൈൻ ത്രൂ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കാണിക്കാം, ഫേസ് കാണിക്കാണ്ടിരിക്കാം, ഒരു അക്കൗണ്ട് ആയിക്കോട്ടെ, അതിൽ ചിലപ്പോൾ 5 6 പേര് ഫോളോ ചെയ്യുന്നുണ്ടാവും, പക്ഷെ വ്യൂസ് അധികം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ കോണ്ടന്റ്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് സക്സസ് നിങ്ങൾക്ക് കൊടുക്കുക. അപ്പൊ ലിങ്ക്ഡിൻ ഇവിടെ യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ലിങ്ക്ഡിൻ യൂസ് ചെയ്തിട്ടുണ്ടോ? ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് ജോബ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് ആരും വിചാരിക്കരുത്. ജോബ് കിട്ടാനും എല്ലാ ജോബ് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാൻ യൂസ് ആകുന്ന സംഭവമാണ് ലിങ്ക്ഡിൻ. അപ്പൊ നിങ്ങൾ ടീച്ചേഴ്സ് ആണ്, നിങ്ങൾ ഇത് ചെയ്യുക, ഒരുപാട് സക്സസ് സ്റ്റോറീസ് അതിലിടാം. കുട്ടിന്റെ ഫോട്ടോ വേണമെന്നില്ല, ചെറിയ ഈ ക്യാൻവ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാൻവയിലൊക്കെ ഉണ്ടാവും ഒരുപാട് ടെംപ്ലെറ്റ്സ് ഒക്കെ. അതിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള തീമൊക്കെ യൂസ് ചെയ്തിട്ട് എന്റെ ഒരു സ്റ്റുഡന്റ് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ആ സ്റ്റുഡന്റിന് അറബിക്ക് നല്ല മാർക്ക് കിട്ടി, അങ്ങനെയൊക്കെ ചെറിയൊരു ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യാം, ഷോക്കേസ് ചെയ്യാം നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ സക്സസ്. ഇതൊക്കെ നിങ്ങൾ എന്താക്കും, നിങ്ങളെ എക്സ്പേർട്ട് ആക്കാണ് ചെയ്യുക. ഒരു പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇവർക്ക് അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവര് അത്യാവശ്യം നോളജബിൾ ആണെന്നൊക്കെ മനസ്സിലാവും. പിന്നെ നെറ്റ്വർക്ക് വിത്ത് പ്രൊഫഷണൽസ് ഓർ എഡ്യൂക്കേറ്റേഴ്സ്. അതായത് നമുക്കിപ്പോ നമ്മുടെ നാട്ടിൽ ഒരുപാട് വെബിനേഴ്സ് നടക്കുന്നു. ഇപ്പൊ അല്ലുവിന്റെ കേസ് തന്നെ പറയാം, ഒരുപാട് നെറ്റ്വർക്ക് നമുക്ക് ഇതിലൂടെ കണ്ടെത്താം. അപ്പൊ ഇതിൽ വരുന്ന ഓരോ ടോക്കിന് എക്സ്പേർട്ട് ആയിട്ട് വരുന്നവരുണ്ട്. അവർ ഇൻസ്റ്റഗ്രാം അല്ലെ അവരെ ലിങ്ക്ഡിൻ ഒക്കെ നിങ്ങൾ നോക്കുക, അവരൊക്കെ ഫോളോ ചെയ്യുക, അവരോട് ഡൗട്ട്സ് ചോദിക്കുക. അങ്ങനെ ഒരു നെറ്റ്വർക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ. ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ ഇങ്ങ് സംസാരിക്കാത്ത ഒരാളായിരുന്നു. പിന്നീട് ഇപ്പൊ ഞാൻ ഇത് ചെയ്തു, ഞാനുമായി റിലേറ്റഡ് ആയിട്ടുള്ളവരൊക്കെ ഞാൻ കണക്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഓക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് എനിക്ക് ഡൽഹിത്തെ ഒരു യൂണിവേഴ്സിറ്റിന്ന്, ഞാൻ ആ യൂണിവേഴ്സിറ്റി നെയിം ആണ് പറയുന്നില്ല, ഒരു ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടുന്ന് എനിക്ക് ഡയറക്റ്റ് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ടപ്പോൾ ഞാൻ ആ യൂണിവേഴ്സിറ്റിന്റെ പേരൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. അങ്ങനെ എനിക്ക് ഫേക്ക് ആണ് പോലെ തോന്നി. ഞാൻ എന്നിട്ട് അങ്ങനെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തപ്പോൾ അവര് എന്നെ വന്ന് പ്രൊഫൈലൊക്കെ വന്ന് നോക്കി, ഞാൻ കണ്ടു. അങ്ങനെ അവർ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു, സംസാരിച്ചു. അപ്പൊ അവര് അവര് കുറച്ച് സ്റ്റുഡൻസിനെ അവര് ഹെൽത്ത് കെയർ ബേസ്ഡ് ആയിട്ട് അവര് ദുബായ്ക്ക് അയക്കാണ്. അപ്പൊ ആ ദുബായ്ക്ക് അയക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ അറബിക്ക് സെക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ഇത്രയും അറബിക്കിന്റെ എക്സ്പേർട്ട് ഉള്ള ലിങ്ക്ഡിനിലും സോഷ്യൽ മീഡിയയിലും ഉള്ളവര് എങ്ങനെയാണ് എന്നെ കണക്ട് ചെയ്തെന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഇപ്പൊ പ്രോസസ്സിലായി കിടക്കാണ്, അത് തീരുമാനം ആയിട്ടില്ല. പക്ഷെ അതിന് ഇൻ കേസ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായത്. കാരണം ഇത്രയും ഒരു 1000 പേരിന്റെ ഉള്ളില് ഒരാള് കോൾ ചെയ്യാന്ന് പറഞ്ഞത് അത് ചില്ലറതല്ല. അപ്പൊ എനിക്ക് തോന്നിയത് എന്താണ്, ഞാൻ അവിടെ എന്റെ ലിങ്ക്ഡിൻ അത്യാവശ്യം നല്ല പ്രൊഫൈലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ സക്സസ് സ്റ്റോറിയും കാര്യങ്ങളും പിന്നെ പോസ്റ്റും കാര്യമൊക്കെ ഇട്ടോണ്ട് ചിലപ്പോൾ മേ ബി അവർക്ക് അതൊരു റെക്കമെൻഡേഷൻ ആയി വന്നിട്ടുണ്ടാവാം. മേ ബി അതായിരിക്കും. അപ്പൊ അത് നമ്മൾ പറഞ്ഞത്, നമുക്ക് എവിടെയാണ് ഓപ്പർച്യൂണിറ്റീസ് വരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴും നെറ്റ്വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു യുണിക് സ്പെഷ്യലൈസ്, നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു യുണിക് ആയിരിക്കണം. എല്ലാ ചപ്പും ചവറുടാണ്ട് ഉള്ളത് യുണിക് ആയിട്ട് കാണുന്നവർക്ക് അതൊരു പുതുമുള്ള രീതിയിൽ ആയിട്ട് ഇരിക്കുക. പിന്നെ ഇതേപോലെ പാർട്ടിസിപ്പേറ്റ് വെബിനേഴ്സ്, കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുക, വെബിനേഴ്സ് അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഇതേപോലെ എനിക്കൊന്ന് സ്കെയിൽ അപ്പ് കോൺക്ലേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാംസ് പെരിന്തൽമണ്ണ ഒക്കെ നടക്കലുണ്ട്. ഇപ്പൊ 2 years ആയിട്ട് ഞാൻ പെരിന്തൽമണ്ണ നടക്കുന്ന സ്കെയിൽ അപ്പിലൊക്കെ ഞാൻ പോകലുണ്ട്. നമ്മളൊന്നും ആരുമല്ല, നമ്മളെ ആരും അറിയുന്നവരല്ല, പക്ഷെ നമ്മള് പോകുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ കാണും, ഒരുപാട് ഐഡിയാസ് കിട്ടും. അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കുക, അവരെ പോയി ലിങ്ക്ഡിനിൽ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുക, അവരുടെ ഐഡിയാസ് നമ്മൾ ഗ്രാസ്പ് ചെയ്തെടുക്കുക, നമുക്ക് പിന്നീട് നമ്മൾ പുതിയ ഐഡിയാസ് നമ്മൾ ഉണ്ടാക്കാം. അതായത് എക്സ്പെർട്ടൈസ് ക്രിയേറ്റ് വാല്യൂസ് ബട്ട് ബ്രാൻഡ്സ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാം. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ബ്രാൻഡ് ഏത് ടൈമിലാണ് നമ്മുടെ ഭാഗ്യം വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഒരു ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താവും,
ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. സോ ദെൻ നെക്സ്റ്റ് വൺ യു എ ആസ് എ, നിങ്ങൾക്ക് എന്റെ ഇത് കാണുന്നുണ്ടോ? ഓക്കെ. യൂസ് എ ആസ് എ ബിസിനസ് പാർട്ണർ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എ എന്ന് പറയുന്നത് എന്താണ്, ഒരിക്കലും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ല, നമ്മുടെ എന്താണ് ബിസിനസ് പാർട്ണർ ആയിട്ട് കാണാം. അതായത് ഇപ്പോൾ ടീച്ചേഴ്സിന്റെ കേസിൽ നമുക്ക് ഒരുപാട് എ ടൂൾസ് ഉണ്ട്. ഞാൻ വേണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇത് നമ്മുടെ കുറച്ച് ടീച്ചേഴ്സിനുള്ള എ ടൂൾസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടീച്ചർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് അറബിക്ക് അറിയാം, ഓക്കെ, അറബിക്ക് അറിയില്ല എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ബേസിക്സ് വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുട്ടീനെ നിങ്ങൾക്ക് കിട്ടിയാൽ ആ കുട്ടിക്ക് ബേസിക്സ് ആണെങ്കിൽ ആ ബേസിക്സ് പഠിപ്പിക്കാൻ നിങ്ങൾ ഒരിക്കലും ഒരു സത്യം പറഞ്ഞാൽ ഗൂഗിളിൽ പോയിട്ടോ അല്ലെങ്കിൽ അവിടെ ഇവിടെയും പോയിട്ട് നിങ്ങൾ ബുക്സ് ഒന്നും ഡൗൺലോഡ് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചാറ്റ് GPT യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്താ ചെയ്യാം, ലെസൺ പ്ലാൻസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇന്ന ഗ്രേഡിൽ ഒരു കുട്ടി വന്നിട്ടുണ്ട്, ആ കുട്ടിക്ക് അറബിക്ക് തീരെ അറിയില്ല, സോ നമുക്ക് ആൽഫബറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, വൊവൽസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗിവ് മി എ ലെസൺ പ്ലാൻ ദാറ്റ് സ്യൂട്ടബിൾ ഫോർ ദിസ് സ്റ്റുഡന്റ് എന്ന് കൊടുത്താൽ നമുക്കൊരു ലെസൺ പ്ലാൻ ചാറ്റ് GPT അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും. പിന്നീട് നിങ്ങൾക്ക് അത് പ്രസന്റേഷൻ ആയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ക്ലൗഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ക്ലൗഡ് എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അനദർ വൺ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ടീച്ചേഴ്സ് മാജിക് സ്കൂൾ എ എന്ന് പറയുന്നത്. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചാറ്റ് GPT നമുക്ക് ലെസൺ പ്ലാൻ, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ചാറ്റ് GPT നമുക്ക് ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാജിക് സ്കൂൾ നമുക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റും. എഡു എഡ് എ എന്നൊക്കെ പറഞ്ഞത് ഇതേപോലെ ജനറേറ്റ് ആക്ടിവിറ്റീസ്, എ വെച്ചുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. അത് അറബിക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം മേ ബി ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത്, നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ. പിന്നെ പ്രസന്റേഷൻ, വിഷ്വൽ ക്രിയേഷൻ, ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് ഒക്കെ ആയി ഉണ്ടാക്കാൻ ക്യാൻവ നല്ലൊരു ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗമ്മ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ വീഡിയോ ഇന്ററാക്റ്റീവ് ലേണിംഗ്. ഇപ്പൊ ഈ ക്യൂസിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ക്യൂസിസ് എന്ന് പറഞ്ഞാൽ ജനറേറ്റഡ് ക്യൂസസ് ആണ്. അതായത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ക്യൂസസ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോ കുറച്ച് ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് തന്നെ ഇപ്പോ അതിങ്ങനെ ഇപ്പൊ കൊടുക്കുക. ഇപ്പോ ബേസിക് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ അലിഫ് കഴിഞ്ഞിട്ട് അലിഫ് ബാ ത, അപ്പൊ അലിഫിനും താക്കും ഇടയിൽ വരുന്ന ലെറ്റർ ഏതാന്ന് നിങ്ങൾക്ക് ചോദിക്കാം. എന്നിട്ട് അതിന് ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുക. അപ്പൊ ഈ സ്റ്റുഡൻസ് കാണുമ്പോൾ അത് ഓപ്ഷൻസ് അവർ ക്ലിക്ക് ചെയ്യും. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇന്ററാക്ട് ചെയ്ത് ക്യൂസസ് ഒക്കെ ഉണ്ടാക്കാം. ഇതിന് കാഹൂത്ത് എന്ന് പറയുന്നത് ഇതേപോലെ ക്യൂസ് ക്രിയേഷൻ ആണ് കേട്ടോ. പിന്നെ എഡ് പസിൽസ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ചാറ്റ് GPT ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് ചാറ്റ് GPT, ക്യാൻവ, ക്യൂസസ് ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഈ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിസിനസ് പാർട്ണർ ആയിട്ട് നിങ്ങൾ എപ്പോഴും എടുക്കുക കേട്ടോ. കാരണം എപ്പോഴും നിങ്ങൾക്ക് എപ്പോ ആണെങ്കിലും എന്ത് കോണ്ടന്റ് ആണെങ്കിലും എന്ത് സംഭവമാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അറബിക്ക് ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കാൻ ഏറ്റവും അടിപൊളിയാണ് നമ്മുടെ ചാറ്റ് GPT. ഓക്കെ, ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ലൈക്ക് ഒരു ഓൺടർപ്രണർ മൈൻഡ് സെറ്റ് വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു കുട്ടിന്റെ ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണ്, ടീച്ചിങ് തന്നെ വിചാരിച്ചോട്ടെ. എനിക്ക് തോന്നുന്നു അറബിക്കിൽ ഏറ്റവും കൂടുതൽ ഗേൾസ് ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. അപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ നമുക്ക് ഗൂഗിൾ ഉണ്ട്, ഗൂഗിൾ മീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സൂം മീറ്റിംഗ് ഉണ്ട്. ഇത് രണ്ടിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ യൂസ് ചെയ്ത്, രണ്ടും ഫ്രീ ആണ്. പ്രീമിയം ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എമൗണ്ട് അടക്കേണ്ടി വരും, പക്ഷെ നിങ്ങൾക്ക് ഫ്രീ മതി. ജസ്റ്റ് ഒരു കുട്ടീനെ വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ആ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് നെറ്റ്വർക്ക്. അതായത് ആ കുട്ടിന്റെ പാരന്റ്സിനോട് നമുക്ക് പറയാം, നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ക്ലാസ്സസ് വേണമെങ്കിൽ മാം എന്നെ റെക്കമെൻഡ് ചെയ്യണം കേട്ടോ എന്ന് പറയാം. പിന്നെ ഇതുപോലെ ടീച്ചറോണ്, പിന്നെ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആപ്സ് ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വേ ആണ്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. ഇപ്പൊ ക്യുലൈവ് പോലെ ഒരുപാട്, ക്യുലൈവ്, ഇന്റർവെൽ, ക്ലാപ്സ്, ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് അതായത് ഇത് വരുന്നുണ്ട്, ട്യൂഷൻ സെന്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ മേ ബി നിങ്ങൾ ചിലപ്പോൾ റിജക്റ്റ് ആക്കും, പിന്നെ അപ്ലൈ ചെയ്യുക, റിജക്റ്റ് ആക്കും. ഡെമോ വീഡിയോസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ 1-to-1 കോച്ചിങ് ഒക്കെ തുടങ്ങാം. അപ്പൊ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുക എന്നുള്ളൊരു ഡൗട്ട് നല്ലോണം ഉണ്ടാവും. അതായത് ഈ ഒരു 100 രൂപക്കൊക്കെ ക്ലാസ് എടുത്താല് പൈസ ഉണ്ടാവോ എന്ന് ചിന്തിക്കുന്നവരാണ് ഒരുപാട് പേരും. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും. പക്ഷെ അത് ഒരു 100 രൂപ ആണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഒരു കുട്ടിയാണെങ്കിൽ 100 രൂപ ആണെങ്കിൽ ആ കുട്ടിന് 30 ദിവസം എടുത്താൽ നിങ്ങൾക്ക് എത്ര, അത്യാവശ്യം 3000 രൂപ നിങ്ങൾക്ക് കിട്ടും. പിന്നീട് നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കുക.
അതായത് നിങ്ങൾ എക്സ്പീരിയൻസ് ആയി തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 100 150 ആക്കുക, 200 ആക്കുക, 250 ആക്കുക, അങ്ങനെ പോവാ. ഇപ്പൊ ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 30 രൂപക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, 30-50 രൂപയാണ് ഹവർലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് എത്ര, ഒരു 6 വർഷം മുമ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 വർഷം, ഏകദേശം 6 വർഷം മുമ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 50-30 ഇപ്പൊ എന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഹവർലി വാങ്ങുന്നത് ഒരു 450, 400, 350, മാക്സിമം 350, 400, 450 ഞാൻ വാങ്ങുന്നത്. കാരണം എനിക്ക് പുറത്ത് എന്നോട് അതെന്താ ഇത്ര എമൗണ്ട് നിങ്ങൾ വാങ്ങുന്നത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പേരെ, ഒരു 1000 ടീച്ചേഴ്സ് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് വെച്ചിട്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, എനിക്ക് എന്റെ വാല്യൂ ക്വാളിറ്റി കൂടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിലോട്ട് എത്താൻ എനിക്ക് 6 വർഷം എടുത്തു. നിങ്ങൾക്ക് 6 വർഷം വേണ്ട, വെറും 6 മാസം മതി, അല്ലെങ്കിൽ 6 ഡേയ്സ് നിങ്ങൾക്ക് മതി. കാരണം ഞാൻ അങ്ങനെ പറയാല, കാരണം ഞങ്ങൾ വരുന്ന ടൈമിൽ ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ടീച്ചറോട് അങ്ങനത്തെ ഒരു ആപ്പിൽ ജസ്റ്റ് തുടങ്ങിയിട്ട് പിന്നെ കസിൻസിനൊക്കെ എടുത്ത് അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഒരുപാട് ട്യൂഷൻ സെന്റേഴ്സും കാര്യങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അത് ഈസിയാണ്. പിന്നെ ചാറ്റ് GPT കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് കുത്തിരുന്ന് പവർ പോയിന്റ് ഒക്കെ രാത്രിയൊക്കെ വെച്ച് ഉണ്ടാക്കുക, അങ്ങനത്തെ സംഭവമായിരുന്നു. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് പ്രോംപ്റ്റ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പവർ പോയിന്റ് അടക്കം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ക്ലൗഡ്സും അതുപോലെ തന്നെ ചാറ്റ് GPT വഴിയൊക്കെ. അപ്പൊ ഞാനിപ്പോ ഉണ്ടാക്കിയ ഇതില്ല, ഇപ്പൊ ഇന്ന് ഉണ്ടാക്കിയത് ഞാൻ ജസ്റ്റ് ചാറ്റ് GPT നോക്കി ഉണ്ടാക്കിയാണ്. ചാറ്റ് GPT ചോദിച്ചു എനിക്ക് ഇങ്ങനെ ഒരു സംഭവം വേണം, ഒരു പവർ പോയിന്റ് വേണം. ചാറ്റ് GPT തന്നു. ജസ്റ്റ് എനിക്ക് ഇന്നലെ ഒരു 15 മിനിറ്റ് അങ്ങനെ എന്തോ എടുത്തിട്ടുള്ളൂ ഞാൻ ആ ചെയ്യാന്. ഇത് രാത്രി 10 മണിക്ക് ഇരുന്ന് 10:15 ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ അത്ര ഈസി ആയിട്ട് നമ്മുടെ ഡിജിറ്റൽ, അത് നമ്മുടെ AI നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുക, യൂസ്ഫുൾ ആക്കാം. ഇനി എങ്ങനെയൊക്കെയാണ് ഈ എമൗണ്ട് സേവ് ചെയ്യുക, അതായത് നിങ്ങൾക്ക് ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടീനെ നിങ്ങൾക്ക് ഒരു 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 50 രൂപ നിങ്ങൾ എടുത്തു വെക്കാം. അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പൊ ഫാമിലി കൊടുക്കുന്നുണ്ടാവും, നിങ്ങളുടെ ബ്രദേഴ്സിന് കൊടുക്കുന്നുണ്ടാവും, എല്ലാവർക്കും കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് പൈസ നമുക്ക് വേണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ഡൗട്ട് ഉണ്ടാവും, എനിക്ക് ഒരുപാട് കേട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ ഫ്രാങ്കില് പറയാലോ, അപ്പൊ ദുബായിലൊക്കെ പഠിച്ച് അത്യാവശ്യം ഫാമിലി വെള്ളായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാ. അപ്പൊ ഇവിടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തിട്ട് എന്ത് കിട്ടാനാ എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലുണ്ട്, എന്റെ ഫാമിലിന്റെ ഇടയിലുണ്ട്. കാരണം നമ്മുടെ കസിൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് ആയിരിക്കും, എഞ്ചിനീയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഗൾഫിൽ ഭയങ്കര ജോബ് ഉള്ളവരായിരിക്കും, ACC എടുത്തവരുണ്ട്, CA എടുത്തവരുണ്ട്, ഇതൊന്നും അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് ഉള്ളവരുണ്ട്. അതിന്റെ ഇടയിൽ എന്താ പണി വെച്ചാല് ഞാൻ അറബിക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുക. അപ്പൊ ചോദിക്കും, നീ ഗൾഫിലൊക്കെ പഠിച്ചല്ലേ, ഇതൊക്കെ എന്ത് കിട്ടാനാ ചോദിച്ചവരുണ്ട്. പക്ഷെ ആ എന്ത് കിട്ടാനാ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് ഞാൻ ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യേണ്ട എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു ആദ്യം ഒരു ഫോൺ വേണമെന്ന് തോന്നി, ഐഫോൺ ഞാൻ ജസ്റ്റ് 1 മന്ത് കൊണ്ട് ഞാൻ എടുത്തു. 1 ലാഖിന്റെ അടുത്തുള്ള ഒരു ഐഫോൺ, അന്ന് iPhone 15 ആയിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ്, അത് എടുത്തു. അത് കഴിഞ്ഞ് മാക്ബുക്ക് എയർ എടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ഇയറിലാണ് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്കൂട്ടി പഠിക്കണം. സ്കൂട്ടി പഠിച്ചു, സ്കൂട്ടി വാങ്ങി സ്വന്തം പൈസക്ക്. ഇതെല്ലാം എന്താണ്, ഈ പണ്ട് പറഞ്ഞ 100 റുപ്യന്റെ പൈസ കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് ആരും 1000 2000 തന്നതോ അല്ലെങ്കിൽ വലിയ ജോബ് കിട്ടി ചെയ്തിട്ടൊന്നല്ല, നമ്മൾ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അപ്പൊ ചിലവർക്ക് ഉണ്ടാവും, അപ്പൊ ഹസ്ബൻഡിന്റെ ക്യാഷ് ഒക്കെ ഉണ്ടാവും, എന്തായാലും ഹസ്ബൻഡ് ഒന്നും സഹായിക്കാണ്ട് തരൂലല്ലോ എന്ന്. അത് ഹസ്ബൻഡിന്റെ ക്യാഷ് ഉണ്ടോ ചോദിച്ചാല് ഹസ്ബൻഡിന്റെ ക്യാഷ് ഇല്ല എന്ന് തന്നെ പറയാം. ഹസ്ബൻഡിന്റെ ഇല്ല, ഫാമിലിന്റെ ആരും ക്യാഷ് ഇല്ല, നമ്മുടെ സ്വന്തം പൈസക്ക് നമ്മൾ ഉണ്ടാക്കിയതാണ്. അതിന് ഏത് ഉറക്കത്തിലും ഏത് പഠിച്ചവരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന സംഭവമാണ്. കാരണം അത് അത്രയും കോൺഫിഡന്റ് ആയി പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയി നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇരിക്കണ്ടാവും, ഇപ്പൊ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നാൽ ഏകദേശം 7 മണിയാവും ഞാൻ വീട്ടിലെത്താൻ. 7 മണിക്ക് വന്നാൽ എനിക്ക് 8, 8:30, 9, 10, 10:30, 11 മണി ക്ലാസ്സസ് ഉണ്ടാവും. അതായത് വർക്ക് കഴിഞ്ഞ് വന്നാൽ പിന്നെ 4-5 അവേഴ്സ് ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യാണ്. കാരണം ഞാൻ എന്താണ് ടീച്ചിങ് പിന്നെ ഇരിക്കും. കാരണം നമുക്ക് നമുക്ക് അത് നമ്മുടെ ഒരു പ്രൊഫഷണലാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ ആണ്. പിന്നെ ഒരു പാഷനറ്റ് ആയി ചെയ്യണം, നമുക്കത് ഒരു ടയേർഡും കാര്യം തോന്നൂല. ഈവൻ സൺഡേസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ബാച്ചസ് ഉണ്ടാവും, ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാവും, പിന്നെ എക്സാമിന് വേണ്ടി മാത്രം വരുന്നവരുണ്ടാവും. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങളെ പോലത്തെ കുറെ വുമൻസ് ഉണ്ടാവും വീട്ടിലിരിക്കുന്നവര്. വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും കൊച്ചാക്കി പറയുന്നല്ല. വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയൂല. സത്യം പറയാലോ, ഇതിൽ ഒരുപാട് പേരുണ്ടാവും ജോബൊന്നും ഇല്ലാണ്ട് മക്കളെ നോക്കി കിച്ചൺ പണി എടുത്ത് നിൽക്കുന്നവരുണ്ടാവും. പക്ഷെ ആ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോബായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് അതിന്റെ കെൽപ്പ് ഉള്ളതുകൊണ്ടാണ്, നിങ്ങൾക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അത്രയും കഴിവുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റെങ്കിൽ ഒരു ദിവസം 2 അവേഴ്സ് നിങ്ങൾ ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും.
രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് ചെയ്യുന്നവരാണ് നിങ്ങൾ പലരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞ ടീച്ചേഴ്സ് ആണെന്നുള്ളത്. നമ്മൾ ടീച്ചേഴ്സ് ആണ്, നമ്മൾ സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, പുറത്തുള്ള മക്കളെയും പഠിപ്പിക്കുന്നുണ്ട്, വീട്ടിൽ വന്ന് വീട്ടിലത്തെ പണി എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ശരിക്കും യന്ത്രമൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാം, നമുക്കും വേണ്ടിയിട്ട് കുറച്ച് ഫൈനാൻഷ്യൽ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും കീപ്പ് ചെയ്ത് വെക്കാം. നാളെ ഒരു രോഗം അല്ലെ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ആക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് സമ്പാദിച്ചാൽ കുറച്ചുകൂടെ സമ്പാദിക്കാം. കുറച്ച് കഴിഞ്ഞ് അടുത്ത കൊല്ലം സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നരുത്, ഇപ്പൊ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും ടീച്ചിങ്ങിന് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടോ? അറബിക്ക് ടീച്ചിങ് എന്തെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും വേണം? അപ്പോ ഞാൻ വേണമെങ്കിൽ ഒരു ഓപ്ഷൻ പറയാം. നമ്മുടെ അൽയുവിന് ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ആർക്കെങ്കിലും ടീച്ചിങ്ങിന് താല്പര്യമുണ്ട്, അറബിക് ആയിക്കോട്ടെ ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജസ് ആയിക്കോട്ടെ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഫാസിൽ സാർ ഒന്ന് കണക്ട് ചെയ്യാം. ഞാൻ എന്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തരാം. ഓക്കെ, ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ കൊടുക്കുക. സാറ് എന്റെ നമ്പർ തരും, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തോണ്ട് സാറ് വഴി തരും കേട്ടോ. എന്തായാലും അലുവിന് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്, ഒരുപാട് ജോബ് വേക്കൻസി അവർ കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് ഇപ്പൊ ഇനി ക്യൂ ലൈവിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും അതല്ല പുറത്താണെങ്കിലും അവർ ഒരുപാട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് യൂസ്ഫുൾ ആക്കാം. നിങ്ങൾ നാളെ മറ്റന്നാളെന്ന് വെച്ച് ഇരിക്കാണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ചെറിയൊരു സെക്ഷൻ ആയിരുന്നു, അതിന് മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ വെൽ പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെത് 3-4 സെക്ഷൻ ആണ് അല്ലുവിന്റെ കൂടെ. അതും സെയിം ഏകദേശം ഒരേപോലത്തെ ടോപ്പിക്സ് തന്നെയായിരുന്നു എനിക്ക് വരുന്നത്. അതായത് ടീച്ചിങ്, നിങ്ങളുടെ ഡ്രീംസിനെ ഒന്നുകൂടെ എന്താ പറയാ, ഒന്നുകൂടെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ ഇങ്ങനെ പുനർജനിക്കുക എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് വരുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ഒരിക്കലും നമ്മള് പഠിച്ചത് പഠിച്ച കാര്യം നിങ്ങൾ പഠിപ്പിക്കുക എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ അറബിക്കിൽ ഞാൻ അത്ര വല്ല എക്സ്പേർട്ട് ഒന്നല്ല, എനിക്കൊരു ക്വാളിഫൈഡും അല്ല. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡിഗ്രി ഉണ്ടാവും അറബിക്കിൽ, എനിക്കതൊന്നുമില്ല. ഒരാൾ കാണിച്ചു കൊടുക്കാൻ എനിക്ക് ആകെ ഉള്ളത് അല്ലുവിന്റെ ഒരു ട്രാൻസ്ലേഷന്റെ 3 മാസത്തെ കോഴ്സ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. പക്ഷെ അത് വെച്ച് ഞാൻ ഇത്രയും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഡിഗ്രിയും PG ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഇനി കുറച്ചൊന്ന് ഇന്ററാക്ട് ചെയ്യാം. ടൈമിംഗ് ഉണ്ട് നമുക്ക് കേട്ടോ. വേണമെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ, നമുക്ക് എന്തായാലും പറയാട്ടോ. എനിക്ക് ആകെ ഒരു വിഷമം, നിങ്ങളുടെ ആരും ഫേസ് ഒന്നും കാണുന്നില്ല, ഞാൻ മാത്രമേ ഫേസ് കാണിക്കുന്നുള്ളൂ. കുറെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഒരു ബട്ടുമില്ല. ഇപ്പൊ നിങ്ങൾ ഒരു 1 hour അല്ല ഇപ്പൊ നിങ്ങൾ ഇരുന്നത്, ഈ 1 hour നാളെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് വേണ്ടി ഇരുന്നൂടാ? അതായത് എന്തായാലും നിങ്ങളുടെ സൂം ഉണ്ട്, ഫോൺ ഉണ്ട്, ജസ്റ്റ് വേണമെങ്കിൽ ഒരു നോട്ട് ബുക്ക് വാങ്ങേണ്ട ആവശ്യമേ ഉള്ളൂ, കുറച്ച് നോട്ട്സ് എഴുതണമെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് തുടങ്ങാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഇൻ കേസ് നമ്മളിപ്പോ സ്വന്തമായിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ലാബ് കാര്യം വേണമെന്നില്ല, നല്ലൊരു മൊബൈൽ ഫോൺ ആണ്, അത്യാവശ്യം നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സസ് എടുക്കാൻ കഴിയും. ടീച്ചർ ഓൺ എന്ന് പറയുന്ന ആപ്പിലൊക്കെ നിങ്ങളൊന്ന് കയറി പ്രൊഫൈലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിയോ, കിട്ടും. ഇൻഷാല്ലാ എന്തായാലും കിട്ടും കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പൊ എന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, നാളെ ആരെങ്കിലും സർട്ടിഫിക്കറ്റ് ചോദിച്ചാല് ഞാൻ എന്ത് പറയും? ഞാൻ ഇപ്പൊ ഉള്ള ജോബിൽ തന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ അറബിക്ക് ഹെഡായി, നിങ്ങൾക്ക് ഡിഗ്രി ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പൊ അത് ഭയങ്കര നാണക്കേടാണ്, പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ. അൽക്കാസ്മയിലെ അഡ്മിഷൻ പ്രോസസ്സ് അത് സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് ഐഡിയ ഇല്ല. കാരണം ഇപ്പൊ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. അപ്പോ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അൽക്കാസ്മിന്റെ സൈറ്റിൽ പോയി നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്ന് 1 lakh 2 lakh വാങ്ങിയിട്ട് അഡ്മിഷൻ തരാന്ന് പറയുന്ന ഒരുപാട് ഗ്യാങ്സ് നമ്മള് നാട്ടിലുണ്ട്. അതിലൊന്നും പോയി പെടാണ്ടിരിക്കുക. അങ്ങനെ ഒരു ഗ്യാങ്ങും കാര്യമൊന്നുമില്ല. പ്യുവർ ആയിട്ട് അവർ മാനേജ്മെന്റ് മാത്രം നമുക്ക് അഡ്മിഷൻ തരണം, അതിന്റെ ഇടയ്ക്ക് യാതൊരു ഇടനിലക്കാരും ഇല്ല. അപ്പൊ അങ്ങനത്തെ അബദ്ധങ്ങളിൽ നിന്ന് പോയി ചാടാണ്ടിരിക്കുക. എനിക്ക് ഒരുപാട് മെസ്സേജ് വരലുണ്ട്, ഞാൻ 1 lakh കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഏജൻസിക്ക്, അവർ തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഏജൻസി കാര്യങ്ങളൊന്നുമില്ല, ആർക്കും പറ്റൂല. കാരണം നമ്മുടെ നാട്ടിലെ സിസ്റ്റേ അല്ല അവിടെ നടക്കുന്നത്. അവർ വിചാരിക്കുന്ന പോലെയാണ് അവർ അഡ്മിഷൻ കൊടുക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് യാതൊരു മലയാളീസിനോ അല്ലെങ്കിൽ ബംഗാളികൾക്കോ ആർക്കും അതിലൊരു ഇടപാടില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തേലും പോയി ചാടരുത്. കാസിമേന്റെ സൈറ്റിൽ പോവുക, അവർ പറഞ്ഞ പ്രൊസീജിയേഴ്സ് നോക്കാം. IELTS എടുക്കേണ്ടി വരും, ഒരുപാട് ഫോം ഫില്ല് ചെയ്യുക, അങ്ങനത്തെ കാര്യത്തിന് മുമ്പ് നമുക്കൊരു 50,000 60,000 ഒക്കെ ചിലപ്പോൾ നമുക്ക് പൊട്ടേണ്ടി വരും. പിന്നീട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കരുത്, കാരണം അൽക്കാസ്മി ഒരു ഓപ്ഷൻ അല്ല അറബിക്കിന്. ഞാൻ പറയുന്നതാണ്, അറബിക്ക് പഠിക്കാനും വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നാട്ടിലും പുറത്തുമായിട്ട്. അൽക്കാസ്മി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് കേട്ടോ. വേറെ എന്തൊക്കെയാണ്? ഓക്കെ. ആരെങ്കിലും സംസാരിക്കൂ.
ഇവിടെ ഇപ്പൊ ടീച്ചിങ്ങിൽ ഓൺലൈൻ ടീച്ചിങ് ആയിട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ടോ? എടുക്കുന്നുണ്ട്. എടുക്കുന്നുണ്ട്. എവിടെയാണ് എടുക്കുന്നത്? ഞാൻ ന്യൂ പോലത്തെ ഒരു അക്കാഡമിയിലാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരുപാട് ഇസ്ലാമിക് അക്കാദമീസ് ഉണ്ട് തോന്നുന്നുണ്ട് അല്ലെ? അത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണലുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും ഒന്നിൽ നിൽക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നങ്ങ് മാറി നിൽക്കാം. അതായത് എന്നും ഒരു അക്കാദമിയിൽ ഇരിക്കാണ്ട് ഇടയ്ക്കൊന്ന് മാറിങ്ങാണ്ടൊക്കെ ഒന്ന് ചിന്തിക്കാട്ടോ. കാരണം പല അക്കാദമി പല ടൈപ്പ് ഓഫ് എന്താ പറയാ പ്രസന്റ് ആണ് അവർ ചെയ്യുന്നത്. കുറെയൊക്കെ ഒരുപാട് കേട്ടില്ല. ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട്. എടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, ആരോ ഒരു ഐഫോൺ ഒരാൾ മെസ്സേജ് ഉണ്ട്. ഐ ഫെൽറ്റ് ദിസ് സെക്ഷൻ വാസ് ഫോർ മീ ബട്ട് ഒരു കോൺഫിഡൻസ് ഇല്ല ഓൺലൈൻ ടീച്ച് ചെയ്യാൻ. കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാനൊക്കെ ഒരുപാട് കണ്ണാടിക്കും. ഇപ്പൊ ഇന്നലെ ഞാൻ കുറെ ഇരുന്നിട്ട് ഹായ്, ഞാൻ മുസ്ബിറയാണ്, ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ്, ഞാൻ അല്ലുവിന്റെ ഒരു അലുമിനിയാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ കണ്ടാൽ തോന്നുന്നുണ്ടാവില്ല. ഇന്ന് രാവിലെ തൊട്ട് എന്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഈ സെക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ എന്റെ വർക്കൊന്നും സത്യം പറഞ്ഞാൽ കംപ്ലീറ്റഡ് അല്ല. കാരണം എന്റെ മനസ്സിൽ ഫുൾ ഇതായിരുന്നു. ഞാൻ ഒരുപാട് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോറ് തിന്ന് ഉറങ്ങാൻ, എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ. കാരണം എല്ലാവരും അങ്ങനെയാണ്, കോൺഫിഡൻസ് ആയിട്ടൊന്നല്ല പറയുന്നത്. പിന്നെ പണ്ടൊക്കെ നാട്ടില് നമ്മൾ പറയല്ലോ വായാടിയാന്ന് പറഞ്ഞത് ഇപ്പോഴൊക്കെ അതൊരു ഒരു എന്താ പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് വായാടി ആണെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആ അജിന്റെ ഇന്റർവ്യൂവിനും ക്യൂല ലാസ്റ്റ് വീക്ക്. ആഹാ മാഷാല്ല. ഫസീൽ സാർ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഹനിയയാണ്, ഹനിയ എസ് എം. ഇൻഷാല്ല കിട്ടട്ടെ. എന്തെങ്കിലും ഹെൽപ്പും കാര്യമൊക്കെ വേണമെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് നിങ്ങൾ റിജക്റ്റ് ആവുകയാണെങ്കിലും നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, റിജക്റ്റ് ആയാലും നിങ്ങൾ രണ്ടാമത് പിന്നെയും ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് ഇപ്പോ കാണുന്ന ഒരുപാട് ബ്രാൻഡ്സിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും അറിയില്ലായിരുന്നു ഇപ്പത്തെ മുസ്ബിറയാണ് അന്ന് വർക്ക് ചെയ്തെന്നുള്ളത്. ഒരുപാട് ടീംസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പാണ് അവരിങ്ങനെ ചോദിക്കും, അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ. ചിലപ്പോ 3 മന്ത് ആയിരിക്കും, 2 മന്ത് ആയിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കെയറും അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും, എന്താണെന്ന് നോക്കും, ഇറങ്ങിപ്പോരും. പിന്നെ അനദർ വൺ, ഇപ്പൊ ഓൺടർപ്രണർഷിപ്പ് അല്ലെ, ഓൺടർപ്രണർ എങ്ങനെ ആയി എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അലിഫ ട്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത്ര ആക്റ്റീവ് ഒന്നുമല്ല, നിങ്ങൾ അതിൽ ചെക്ക് ചെയ്ത് കാണാം. പണ്ടെങ്ങാനോ ഇട്ട ഏതൊക്കെ പോസ്റ്റ് കാര്യങ്ങള്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് 10-15 കുട്ടികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പറയുമ്പോ അത് ഒന്നുമില്ല, അതിലൊന്നുമില്ല, എനിക്ക് എംപ്ലോയീസ് ഇല്ല, ഒന്നുമില്ല, ഞാനൊരു ടീച്ചർ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് അത്യാവശ്യം എമൗണ്ട് വരുന്നുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ക്യൂലൈ വരുന്നതിന് മുമ്പാണ് ഞാൻ അലിഫ ട്യൂട്ടർ തുടങ്ങിയത്. ആ ടൈമിൽ എനിക്കൊരു 18 പേരായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡെയിലി ഒന്നും ഉണ്ടാവില്ല. 18 പേര് വീക്കിലി വരുന്നവരുണ്ടാവും, മന്ത്ലി വരുന്നവരുണ്ടാവും, എക്സാമിന് മാത്രം വരുന്നവരുണ്ടാവും. പക്ഷെ അന്ന് എന്റെ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം മന്ത്ലി 21,000 25,000 അടുത്ത് ഞാൻ ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന 150-100 വെച്ചിട്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എന്താ ചെയ്യുക, കുറച്ചുകൂടെ അവേഴ്സ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് എടുത്തതിന്റെ ഒരു 10% ഇരുന്നാൽ എനിക്ക് ചിലപ്പോൾ അതിന്റെ ഒരു ഡബിൾ എമൗണ്ട് എനിക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. കാരണം പക്ഷെ നമ്മൾ അന്ന് ചെയ്യാം, നമ്മളെ എക്സ്പേർട്ട് ആയിരുന്നില്ല, അന്ന് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നമ്മളിത് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്റെ മുമ്പൊക്കെ ഒരു 10ാം ക്ലാസ് ഗ്രേഡ് അല്ലെങ്കിൽ 1 മുതൽ 10നുള്ളിൽ ഏതൊരു UAE സിലബസ് ആയിക്കോട്ടെ, ഇനി അതല്ല ഏത് ഖത്തർ, സൗദി ഏത് സിലബസ് കൊടുത്താലും എനിക്ക് പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് എടുത്ത് തുടങ്ങും. കാരണം എന്താ, നമ്മളത് യൂസ്ഡ് ആയി, അവരുടെ ചാപ്റ്റേഴ്സും കാര്യം നമ്മുടെ യൂസ്ഡ് ആയി. അപ്പൊ അത് അങ്ങനെ ഒരു ഇതിലോട്ട് നിങ്ങൾ എന്ത് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യണം. ക്യൂലെവിൽ എങ്ങനെ കിട്ടും, ഫാസിൽ സാർ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ആർക്കൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി വേണോ അല്യുവിൽ കണക്ട് ചെയ്താൽ മതി. കാരണം അല്യുവിനും ക്യൂലയും എന്താണ് ടൈപ്പ് വരുന്നുണ്ട്. അവര് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് അല്യുവിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് കയറിയത്. ക്യൂലൈ മാത്രമല്ല കേട്ടോ, ഒരുപാട് കമ്പനീസ് ആയിട്ട് അല്യുവിന് ഇത് വരുന്നുണ്ട്. അവരൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ക്യൂലൈ ഒന്ന് മാത്രമല്ല, ബാക്കി എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഇനി വേണ്ട, ചിലപ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, അറബിക്ക് എങ്ങനെ എടുക്കുക, അങ്ങനെ ഇപ്പൊ ഒരു ഡെമോ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. കണ്ണൂർ മുജീബാണ്. ആ അത്യാവശ്യം ഓൺലൈനിൽ എടുക്കാറുണ്ട്. ആ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു ക്യൂസസ് ഇല്ലേ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ സാധാ ഒരു ടൈപ്പിംഗ് അല്ലാണ്ട് അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഓക്കെ. അതിൽ ആ
ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 20 ദിവസം കൊണ്ട് നമ്മൾ പഠിപ്പിച്ചെടുക്കാവുന്ന ഒരു സംഭവമാണ്. ഈ 20 ദിവസം കൊണ്ട് നമ്മൾ പഠിപ്പിച്ചെടുക്കുമോ? എടുക്കുമെന്ന് വെച്ചാൽ എടുക്കും. അതെങ്ങനെയാണ്? അത്രയും എഫേർട്ട് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ്. പക്ഷെ അത് കുട്ടിക്ക് എന്ത് തോന്നരുത്, എഫേർട്ട് ആണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായി തോന്നരുത്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് അവർക്ക് പോവാന്നുള്ളത്. വർക്ക്ഷീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രാക്ടീസ് സെക്ഷൻസ് കൊടുക്കുക, അതും അല്ലെങ്കിൽ ഇതുപോലെ ഗൂഗിൾ നമ്മുടെ AI ടൂൾസ് ആയിട്ടുള്ള ക്വിസസ് ഒക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ, ക്വിസസിലൊക്കെ നിങ്ങൾക്ക് ക്വിസസ് ഉണ്ടാക്കിയിട്ട് ആ ലിങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ക്ലാസ് എടുക്കുന്ന ടൈമിൽ ആൽഫബറ്റ്സിന്റെ ചെയ്യാം, ആനിമൽസിന്റെ ചെയ്യാം, ഫ്രൂട്ട്സിന്റെ ചെയ്യാം. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അതൊക്കെ കുറച്ചുകൂടെ അവർക്ക് എന്റർടൈൻമെന്റ് ആയിരിക്കും. പിന്നെ ഇതേപോലെ പവർ പോയിന്റ് PDF ആക്കി ചെയ്യാം, അതും ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ ജസ്റ്റ് സംസാരിക്കുക എന്നാവരുത് നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ. ഒരു ഒരു ഫസ്റ്റത്തെ ഒരു അരമണിക്കൂർ പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന അരമണിക്കൂർ ആ കുട്ടി പഠിക്കണം. അതായത് ഒരു ഓൾറൗണ്ടർ ആയിട്ട് നമ്മൾ നിൽക്കരുത്, ഒരു സെൻട്രിക് ആയിട്ടായിരിക്കണം അവർ നിൽക്കാണ്. അതായത് ആ ഒരു മണിക്കൂറിന് സെക്ഷനിൽ നമ്മൾ അരമണിക്കൂർ മാത്രം, എനിക്ക് തോന്നുന്നു UAE അങ്ങനെ എന്തോ ഒരു റൂള് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ക്ലാസ്സിൽ 20 മിനിറ്റ് മാത്രം എന്തോ ടീച്ചർ സംസാരിക്കാൻ പാടുള്ളൂ എന്ന്. ബാക്കി ടൈംസ് എന്ത് ചെയ്യണം, കുട്ടികൾ സംസാരിക്കണം. അതായത് അവരായിരിക്കണം സെൻട്രിക് ആയി നിൽക്കാൻ, അവരെ ക്ലാസ് ആണ്, അവരായിരിക്കണം ഹാൻഡിൽ ചെയ്യാൻ. അപ്പൊ ഇന്ന് നമ്മളൊരു ആൽഫബറ്റ്സ് ഒരു 10 ആൽഫബറ്റ്സ് പഠിപ്പിച്ചാല് അരമണിക്കൂറിന്റെ ഉള്ളിൽ പഠിപ്പിച്ചു എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് വരുന്ന അരമണിക്കൂർ എന്ത് ചെയ്യണം, അവരായിരിക്കണം അത് നമ്മളെ പഠിപ്പിക്കാൻ. ഇപ്പൊ ഞാനൊരു സെക്ഷൻ വെച്ചാല് ഞാൻ കുറച്ച് സംസാരിച്ചാൽ ഞാൻ പറയും, ഇനി ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നെ, ഞാൻ നിങ്ങളുടെ കുട്ടി, നിങ്ങൾ ടീച്ചർ. അപ്പൊ അവരെന്ത് ചെയ്യാം, അവര് പറയും മാമിന് പഠിപ്പിച്ചു തരാം ഞാൻ പറഞ്ഞിട്ട് ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കും. ഇത് പറയും ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാ. അപ്പൊ ഞാൻ പറയും ഇത് എനിക്ക് മനസ്സിലായില്ല, ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരോ, ഇത് എങ്ങനെ എഴുതാം, ഞാൻ അങ്ങോട്ട് ചോദിക്കും. അപ്പൊ ഇവർക്ക് എഴുതി കാണിച്ചു തരും. അങ്ങനെ എന്താ ചെയ്യാം, കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ക്ലാസ് എടുക്കുക. അറബിക് എന്ന് പറയുന്നത് ബോറിംഗ് ആയി പോകരുത് ഒരിക്കലും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ലാംഗ്വേജസ് ഒക്കെ ആയിരിക്കും. അപ്പൊ മാക്സിമം അവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം, ചൂടാവരുത്. കാരണം ഒന്ന് നോക്കിയാൽ മതി, ഇപ്പൊ നമ്മൾ ഫ്രഞ്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, അറിയാത്തൊരു ലാംഗ്വേജ് പഠിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടില്ലേ, സെയിം ആയിരിക്കും അവർക്ക്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ലേ, നമ്മുടെ നോൺ മുസ്ലിംസ് ആണ് അത്യാവശ്യം നല്ല പോലെ അറബിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഞാൻ പഠിപ്പിച്ചതിൽ ഞാനിപ്പോ ഏകദേശം ഒരു 100-200ന്റെ മേലെ കുട്ടികളെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. അതിൽ നോൺ മുസ്ലിംസിനെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ ഇഷ്ടമുള്ളത്. കാരണം അവര് പ്രൊനൗൺസിയേഷൻ ഒക്കെ അടിപൊളിയായിരിക്കും, അവർ നല്ല റീഡിങ് ഉണ്ടാവും. കാരണം അവർക്കത് നീഡിയാണ് അറബിക്ക്. നമ്മുടെ മക്കളെ പോലെ നമ്മളെ മക്കൾക്ക് ചിന്ത ഉണ്ട്, അറബിക്ക് എന്തായാലും പഠിക്കാം, മദ്രസയിലും അറബിക്ക്, സ്കൂളിലും അറബിക്ക്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. പക്ഷെ ഈ കുട്ടികൾക്ക് പറഞ്ഞാൽ UAE പിടിച്ചു നിൽക്കണമെങ്കിൽ, അവർക്ക് മാർക്ക് കിട്ടണമെങ്കിൽ അവർക്ക് അറബിക്ക് വേണ്ടി വരും. അപ്പൊ അവർക്ക് അത് നീഡായി വരുന്നതുകൊണ്ടാണ് അവർ ട്യൂഷൻ എടുത്തുകൊണ്ടാണ് അവർ പഠിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട് കേട്ടോ. ഇനി വേറെ എന്ത് ഡൗട്ടാണുള്ളത്, വേഗം ചോദിച്ചോളൂ. നമ്മൾ 1 hour സെക്ഷൻ ഡെമോ ആണ്. ക്ലാസ്സിന്റെ ഒന്ന് പറയോ? ഡെമോ ക്ലാസ്സിന്റെ ഡെമോ ക്ലാസ് ഇപ്പോ ക്യൂലൈവിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയ ടൈമിൽ ഞാനായിരുന്നു ഹയറിംഗ് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഹയർ ചെയ്യുന്ന ടൈമിൽ ഞാൻ ആദ്യം ശ്രദ്ധിക്കുക, ചില ചില ടീച്ചേഴ്സ് കയറുമ്പോ നമുക്ക് ഫ്രാങ്ക്ലി പറയാലോ, അതായത് എന്തോ ഒരു സംഭവം നമുക്ക് തോന്നും, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത്ര എക്സ്പീരിയൻസ് എനിക്കുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ക്ലാസ് എടുത്താൽ എനിക്ക് ഇങ്ങനെ തോന്നും, എവിടെയാണ് വർക്ക് ചെയ്തത്, ഏത് കുട്ടീനെ പഠിപ്പിക്കുന്നത്, ആ കുട്ടി ഇപ്പൊ ജീവനോടുണ്ടോ എന്നൊക്കെ തോന്നും. കാരണം ഇത് മറ്റേ സൂപ്പർ ഫാസ്റ്റ് പോയ പോലെ ഒരു പോക്ക് പോകുന്നുണ്ടാവും, മീനിങ് പറയുന്നുണ്ടാവില്ല, അർത്ഥം ഒന്നും ഉണ്ടാവില്ല, ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ആർക്കോ വേണ്ടി ക്ലാസ് എടുക്കുന്ന പോലെ. നമ്മളെപ്പോഴും നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ക്ലാസ് എടുക്കുന്ന ടൈമിൽ ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സിറ്റിംഗ് റെഡി ആക്കാന്നുള്ളതാണ്. ഒന്നാമത് നമ്മൾ നല്ലൊരു ടൈപ്പ് ഡ്രസ്സ് ഇടുക. എപ്പോഴും നമ്മുടെ ഫേസ് എന്തായിരിക്കണം, ലൈറ്റനിങ് ആയി 100 പോലെ ആയിരിക്കണം. ബാക്കിയുള്ളവർക്ക് അത് പ്രകാശിക്കുന്നുണ്ടെന്ന് തോന്നണം. അവർക്ക് അത് കാണുമ്പോൾ തന്നെ ഓക്കെ ഈ ക്ലാസ് കയറി ഇരിക്കാൻ താല്പര്യം ഉണ്ടെന്ന് തോന്നും. അപ്പൊ നല്ലൊരു സെറ്റിങ്സിൽ ഇരിക്കുക. ഇപ്പൊ ഞാൻ ഹയർ എടുക്കുന്ന ടൈമില് ഒരു ടീച്ചർ ഞാൻ ഹയറിങ് ചെയ്യുമ്പോൾ ആ ടീച്ചർ ബെഡിൽ ഇരുന്നുങ്ങാണ്ടൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞാൻ ബെഡിൽ ഇരുന്നുങ്ങാണ്ട് അത് കിടന്നുങ്ങാണ്ടൊക്കെ ക്യാമറ ഓൺ ആക്കിക്ക്. അപ്പൊ ആ ഒരു അവസ്ഥ ആലോചിച്ചു. ഞാനിപ്പോ ഗേൾ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഒരു ബോയ് ഒക്കെയാണ് കയറി ഇരിക്കുന്നത്, അത് എത്രത്തോളം വൃത്തികേടാണ്. അപ്പൊ ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റെഡി ആക്കുക, ഒന്നുകിൽ ഇതേപോലെ ഫോട്ടോസ് വെക്കുക, അല്ലെങ്കിൽ ബ്ലർ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം നല്ലൊരു പവർ പോയിന്റ് ഉണ്ടാക്കാം. ഇപ്പൊ ഇൻ കേസ് പവർ പോയിന്റ് ഇല്ലാന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ChatGPT ഇട്ടാൽ അവർ നല്ല ഫോട്ടോസ് ആയിട്ട് തരും. ആ ഫോട്ടോസ് ഷെയർ ചെയ്യാം. എന്നിട്ട് ആദ്യം നിങ്ങൾ ക്ലാസ് എടുക്കുന്ന ടൈമിൽ, ഞാൻ ഡെമോ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് കാര്യങ്ങൾ, നിങ്ങൾ അവിടെ വർക്ക് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്ത് ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 10 മിനിറ്റ് ക്ലാസ് എടുക്കുന്നത് മാത്രം മതി.
അപ്പൊ ഞാൻ ആദ്യം ഫസ്റ്റ് ചെയ്യാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നമുക്കറിയാം ചെറിയ കുട്ടികളാണ്. അപ്പൊ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ ഓരോ സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ എന്ത് ചെയ്യും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതൊരു ടൈപ്പിംഗ്സ് ആണ്, ഇതിന്റെ മീനിങ് ആ കുട്ടിക്ക് അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതായത് ഇതെന്താ, ഇതിന്റെ മേലെ ഞാൻ ടീച്ചർ ആണെങ്കിൽ മുഅല്ലിമ എഴുതി കൊടുക്കും. ഇവിടെ എഴുതാൻ പറ്റുന്നില്ല, ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കും, മീനിങ് എഴുതി കൊടുക്കും. ഇത് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കും. ചില ടീച്ചേഴ്സിന്റെ ഇത് ഇങ്ങനെ വായിച്ചു പോകും, അതിലൊരു ആവശ്യമില്ല. കാരണം അല്ലേ വായിച്ചു പോയിട്ട് ഒരു കാര്യമില്ല, ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല, ABCD അറിയാത്തവരായിരിക്കും. പിന്നെ ഈ ടീച്ചേഴ്സിന്റെ ഒക്കെ ഞാൻ ചോദിക്കും ഇത് ഏതാ സ്പെല്ലിങ്, ഇത് എന്താണ് എന്നൊക്കെ ചോദിക്കും, മീനിങ് എന്താ ചോദിക്കും. അതായത് അത്രയും ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടല്ല രീതിയിലായിരിക്കണം പോകണം. ചിലപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നല്ല ബോറായിരിക്കും. ഇപ്പൊ ഞാനൊക്കെ ഹയർ ചെയ്യുമ്പോൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ബോറുള്ള ഒരുപാട് ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. തീരെ കോൺഫിഡൻസ് ഇല്ലാണ്ട് കരഞ്ഞങ്ങാണ്ട് പോയവരൊക്കെ ഉണ്ടായിരുന്നു. മാം എനിക്ക് അറിയില്ല, ഞാൻ നിർത്താട്ടോ, സോറി ഞങ്ങൾ ടൈമിങ് വേസ്റ്റ് ആയി, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അവരൊന്നും ഞാൻ റിജക്ട് ആക്കില്ല. ഞാൻ അവരെടുത്തിട്ട് ഞാൻ അവരോട് പറയും ട്രെയിനിങ് ഞാൻ തരാന്ന് പറയും. ഞാൻ 2-3 വട്ടം അവരെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും, ഞാൻ ആദ്യം ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് അവരോട് ക്ലാസ് എടുക്കാൻ പറയും. 2 വീക്ക് കഴിഞ്ഞിട്ട് പിന്നെയും ക്ലാസ് എടുപ്പിക്കും. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ആ ടീച്ചേഴ്സ് ഒക്കെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നവരുണ്ട്. എനിക്ക് സന്തോഷമല്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ എന്താ പറയാ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അത്രയും തോനെ പഠിക്കാനുണ്ട്, എന്നിട്ട് പിന്നെ വന്നിട്ട് ഇരുന്ന് പഠിപ്പിക്കാനും ഇരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. കാരണം എമൗണ്ടിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഐ മീൻ നമ്മുടെ പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, 100 രൂപയ്ക്ക് കിട്ടിയാല് ചായ കുടിക്കാനുള്ളതായാലോ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കുറെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഫാമിലീസിന് അത് വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്നവരുണ്ട്. ഇതേപോലെ ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോൾക്ക് ഒരു ടൈപ്പ് ചെയർ ഉണ്ടല്ലോ അങ്ങനെ ഇരുത്തുന്നത്, ആ ചെയർ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അവളെ ബർത്ത്ഡേക്ക്. ഭയങ്കര സന്തോഷമായി. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്, ഞാൻ ആ ജോബിന് പോയിട്ടൊന്നുമില്ല. അപ്പൊ അതൊക്കെ സക്സസ് സ്റ്റോറീസ് ആണ്. അപ്പോ എന്റെ ഒരു ഇതില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ജോബ് വെച്ചിട്ട്. കാരണം ഞാൻ വഴി ഒരുപാട് പേർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നന്ദി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഒരാളെ കൊച്ചാക്കരുത്. നമ്മൾ അവരെ കഴിവ് നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരെ കഴിവ് കേട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെന്ത് വേണം, കഴിവുള്ളവരാക്കണം. ചിലപ്പോൾ സംസാരിക്കാനുള്ള ഒരു കുറവുണ്ടാവും, അല്ലെങ്കിൽ മീനിങ് പറഞ്ഞു കൊടുക്കാനുള്ള കുറവുണ്ടാവും. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒരിക്കലും നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് തന്നെ ബോറിംഗ് ആവരുത്. ഒരു ചിലപ്പോൾ ഒരു ലെവലെത്തി നമുക്ക് തോന്നും, ഓ ഈ ടൈമിംഗ് ഒന്ന് കഴിഞ്ഞ് നിൽക്കരുത്. ആ ടൈമിംഗ് കഴിഞ്ഞ് നമുക്ക് തോന്നരുത്. ഇതൊക്കെ 1 മണിക്കൂർ പെട്ടെന്ന് കഴിയും കേട്ടോ. ഇപ്പൊ എനിക്കൊന്ന് ഈ സെക്ഷനൊക്കെ വേഗം കഴിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ എന്താ ചെയ്യുക? ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയും ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് AI ചോദിക്കാം, ഇന്ന ഗ്രേഡ് പഠിക്കുന്ന നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് വേണം, അല്ലെങ്കിൽ ഒരു ടോപ്പിക് വേണം. ആ ടോപ്പിക് വെച്ച് നിങ്ങൾക്ക് തന്നെ AI മെറ്റീരിയൽസ് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതാണ് ഓൺടർപ്രണർഷിപ്പ്. ഓക്കെ, അതായത് നിങ്ങൾ ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. മറ്റുള്ളവരെ ബ്രാൻഡ് കയറി പറ്റാണ്ട് സ്വന്തമായിട്ട് ബ്രാൻഡ് ഉണ്ടാക്കുവോ? ഇതിൽ പറയുന്ന ക്യൂലൈവ് എന്ന് പറയുന്നത് ഒഴിവാക്ക്, സ്വന്തമായിട്ട് ബ്രാൻഡ് ഉണ്ടാക്ക്. അതല്ലേ തന്റെ ഇടം. അതായത് നമുക്ക് ഒരുപാട് ബ്രാൻഡ് ഉണ്ട്, ആ ബ്രാൻഡ് ഒന്നും അല്ല നമ്മൾ വേണം. നമ്മൾ സ്വന്തമായിട്ട് ബ്രാൻഡ് ഉണ്ടാക്കുക. നിങ്ങൾ പറയുന്നത് നിങ്ങളായിരിക്കും ഉണ്ടാവുന്നത്, പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ എന്നുള്ള ചിന്ത ഉണ്ടാവും. എനിക്ക് ഉണ്ടാക്കുന്ന ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി പോകും. അങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ അലുവിനൊക്കെ അസ്സലാമലൈക്കും. വലൈക്കും സ്സലാം, പറഞ്ഞോളൂ. ഞാന് ഓഫ്ലൈൻ ആയിട്ട് സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് കുറെ ആയിട്ട് ഞാനിങ്ങനെ ഓൺലൈൻ ആയിട്ട് ചെയ്യണം കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് ബേസിക് ആയിട്ട് ഇപ്പോ എങ്ങനെയാണ് അത് കുട്ടികൾക്ക് ഇപ്പോ നമ്മുടെ വീടിനടുത്തുള്ള കുട്ടികൾക്കൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ എന്താണ് ബ്ലാക്ക് ബോർഡൊക്കെ ഗൂഗിൾ മീറ്റില് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെ എഴുതിയിട്ടൊക്കെ ആയിരുന്നു കാണിച്ചു കൊടുത്തിരുന്നത്. ഇപ്പൊ മാമിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് അത് പോരാ, നമ്മള് കുറച്ചും കൂടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ. ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് എടുക്കുന്നവര് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഓഫ്ലൈനിൽ പിന്നെ ഓൺലൈനിലോട്ട് വന്നാൽ നിങ്ങൾ പിന്നെ ഓഫ്ലൈൻ പഠിക്കാൻ സാധ്യല്ല കേട്ടോ. അതായത് പിന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ പോകും. ഇപ്പൊ എന്റെ ഒക്കെ അവസ്ഥ തന്നെയാണ്. ഞങ്ങൾക്കൊന്നും ഓഫ്ലൈൻ പോകാൻ താല്പര്യമില്ല. കാരണം എന്താ, എനിക്ക് എന്റെ ലാപ്ടോപ്പ് തുറന്ന് ഇവിടെ കൂളർ വെച്ച് ഒരു കോഫി അല്ലെ ഇത് ഇപ്പൊ ഞാൻ ഇവിടെ ചായ, ഞാൻ എന്റെ കയ്യില് കപ്പ് ഉണ്ട്, ചായ ഉണ്ട്, എന്റെ എല്ലാ സംഭവങ്ങളും എന്റെ ഈ ഒരു ടാബിളും ഉണ്ടാവും. എനിക്ക് എവിടെയും മൂവ് ചെയ്യണ്ട, എനിക്ക് ഇവിടെ നിന്ന് ക്ലാസ് എടുത്താൽ മതി. ഞാൻ എമൗണ്ട് ഉണ്ടാക്കുന്നു, ട്രാൻസ്പോർട്ടും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ഫുഡ് വേണമെങ്കിൽ താഴെ പോയി ഞാൻ കിച്ചണിൽ പോയി ഫുഡ് കഴിക്കുന്നു. ഇത്രത്തോളം സുഖമുള്ള ഒരു ജോബ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഓൺലൈനിൽ വർക്ക് ചെയ്യുമ്പോൾ. ഓഫ്ലൈനിൽ പോവാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതും അതാണ്. കാരണം നിങ്ങൾ ഓഫ്ലൈൻ പോയപ്പോൾ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് 8000 10,000 ആയിരിക്കും. നിങ്ങൾ എത്ര ഹവേഴ്സ് എടുക്കുന്നുണ്ടാവും? 9 മണി മുതൽ 5 മണി വരെ നിങ്ങൾ എടുക്കുന്നുണ്ടാവും. പക്ഷെ ആ 9 to 5 നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്താൽ എന്തുകൊണ്ട് പറ്റില്ല? കാരണം
എനിക്കൊന്നു ഫാസിൽ സാറ് നമ്മൾ തുടങ്ങുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ ഫാസിൽ സാറ് അൽവിയൂനെ നോക്കുന്നുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ട്യൂഷനും കാര്യങ്ങളൊക്കെ അവർ അതിന്റെ ഒരു സെറ്റപ്പിലാണ് തോന്നുന്നത്. അവരെന്തോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഐഡിയാസ്. അങ്ങനെയാണെങ്കിൽ സാർ എനിക്ക് തോന്നുന്നു നമ്മളതിൽ തന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൊടുക്കാൻ കഴിയും. സാർ അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവരാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പുറത്തൊന്നും നമ്മൾ ഹയറിങ്ങിന് പോകണ്ട, നമ്മുടെ മക്കളെ തന്നെ നമുക്ക് എടുക്കും. ഇപ്പൊ തന്നെ ഒരുപാട് പേര് ഇടുന്നുണ്ട്. ഓക്കെ ഓക്കെ പറഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടോ. നിങ്ങളൊരു ഒരു കുട്ടീനൊക്കെ നിങ്ങള് ഫസ്റ്റ് ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാന്ന് പറഞ്ഞു, ഫസ്റ്റത്തെ ഒരു കുട്ടിക്ക് നിങ്ങൾ എമൗണ്ട് എടുക്കണ്ട. എമൗണ്ട് എടുക്കാണ്ടൊന്ന് ചെയ്ത് നോക്കി. നിങ്ങളുടെ സ്വന്തം മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കസിൻസ് ആയിക്കോട്ടെ, അവർക്കൊരു 5 ദിവസം ഫ്രീ ക്ലാസ് ഒക്കെ ഒന്ന് കൊടുത്തു നോക്കി. ചിലപ്പോ ഓക്കെ ആയിരിക്കും നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ഇൻ കേസ് നിങ്ങളത് പാളിപ്പോയാലും ഫെയിൽഡ് ആയാലും നിങ്ങൾക്ക് ആ ഒരു കുറ്റബോധം തോന്നരുത്. അവരുടെ അടുത്ത് ക്യാഷ് ഞാൻ വാങ്ങിയല്ലോ, അവർക്ക് അത് ഇല്ലാണ്ടായി പോയല്ലോ എന്ന് തോന്നരുത്. അപ്പൊ വേണ്ട ഒരു 5 ദിവസം സെക്ഷനെ കൊടുക്കുക. ഞാൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വെബിനാറൊക്കെ ഞാൻ 18 പേര് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെബിനാർ. ഒരു എമൗണ്ട് പോലും ഞാൻ വാങ്ങിയിട്ടില്ല. മൊത്തം കയറി എന്റെ കസിൻസ് ആയിരുന്നു, വേറെ കാര്യം. പക്ഷെ ആ ഒരു വെബിനാർ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് തോന്നി, അതായത് നമുക്ക് ഇത് ചെയ്യാന്നുള്ളത്. പിന്നെ ഇപ്പോ ഇതേപോലെ അറബിക്ക് സ്പോക്കൺ അറിയുന്നവരാണെങ്കിൽ വാട്സപ്പ് ത്രൂ ഒക്കെ കൊടുക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ വാട്സപ്പ് ത്രൂ കൊടുക്കുന്നുണ്ട് മെഡിക്കലൊക്കെ ആയിട്ട്. അതൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെ ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ കൊടുക്കുന്നു. ചിലപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇതേപോലെ 5000 10,000 ഞാൻ എമൗണ്ട് വാങ്ങുന്നുണ്ടാവില്ല. ഞാൻ 999 ഞാൻ കൊടുക്കുന്നത്. അതിന്റെ ക്വാളിറ്റി അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് ആ ഒരു എമൗണ്ടിൽ ഞാൻ കൊടുക്കുന്നത് എന്തിനാണ്? ഒന്നാമത് ഞാൻ പഠിച്ചത് മറക്കാതിരിക്കാനും പിന്നെ ബാക്കിയുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇപ്പൊ നിങ്ങൾ ആയിരിക്കുന്നുണ്ടാവും സ്പോക്കൺ അറബിക്കിനൊക്കെ അത്ര ചാൻസ് ഉണ്ടോന്ന്. ഇപ്പൊ കഴിഞ്ഞ മന്തിൽ എനിക്കൊരാൾ വന്നു, ഒരു ജിം ട്രെയിനർ ആണ്, ഗേൾ ആണ് ആള് സൗദിയിലോട്ട് പോവാണ്. അപ്പൊ സൗദിയിലെ ലാംഗ്വേജ് പഠിക്കണം, അറബിക്ക് പഠിക്കണം പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പറയുമ്പോ ഗേൾ ആണ്, ജിം ലേഡി ആണ് ആള്. അപ്പൊ ട്രെയിനർ ആണ്. അപ്പൊ അതൊക്കെ ഒരു അറബിക്കിലോട്ട് പോവാണ്. കാരണം സൗദിയിലോട്ട് പോകുമ്പോൾ എന്തായാലും അറബിക്ക് പഠിക്കേണ്ട, അവിടെ വരുന്ന ക്ലയൻസ് അറബ്സ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ഓപ്പർച്യൂണിറ്റി ആയി കാണാം. അപ്പൊ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന എനിക്ക് തോന്നുന്നു നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഓഫ്ലൈൻ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഓൺലൈന് എനിക്കൊന്നും ബാക്കത്തെ ആ ഒരു ബോർഡ് ഉണ്ടാവില്ലാന്നേ ഉള്ളൂ, ഇതിൽ ബോർഡായിരിക്കുന്നേ ഉള്ളൂ, ബാക്കി മാറ്റമൊന്നും വരില്ല. പിന്നെ കുറച്ചുകൂടി ഈസിയാണ്. മറ്റുകൊണ്ടൊക്കെ ആണെങ്കിൽ ഒരു കുട്ടീനെ മാത്രം ഹാൻഡിൽ ചെയ്ത് പോയാൽ മതി. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ അലുവിന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് റിക്വസ്റ്റ് കൊടുക്കാം. അതായത് ഒരു നല്ലൊരു ക്ലാസ്, ഡെമോ ക്ലാസ് ഒക്കെ കൊടുക്കുന്ന ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. അവർ ചിലപ്പോൾ നല്ല ടീച്ചേഴ്സിനൊക്കെ വെച്ച് നിങ്ങൾക്ക് തരും നല്ലൊരു ഡെമോ ക്ലാസ് ഒക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഒന്നുകൂടെ യൂസ്ഫുൾ ആവുന്നിരിക്കും. ഫാസിൽ സാർ ഇവിടെ ഉണ്ടോ? പോയോ? 1 മണിക്കൂർ പറഞ്ഞതാണ് ആള്. സാർ ഇവിടെ ഉണ്ടോ ഫാസിൽ സാർ? സാറ് കഴിക്കാൻ പോയോ? കാണുന്നില്ല. ഓക്കെ, ബാക്കി എന്തൊക്കെ ഡൗട്ട്സ് ആണുള്ളത് ചോദിക്കാട്ടോ. ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് വേണമെങ്കിൽ പോവാം. എന്റേത് നമ്മളെപ്പോഴും ഇരുന്നാൽ ഇതേപോലെ 1 hour ഉള്ളത് 1.5 മണിക്കൂർ ആവും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഈ അറബിക് ബേസ്ഡ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ഫ്രീലാൻസ് ഓപ്ഷൻ എന്തൊക്കെയാണ്? ഫ്രീലാൻസ് ആണ് ഓപ്ഷൻ ആയിട്ട് കൂടുതലുള്ളത്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തത് ഫ്രീലാൻസ് ആയിട്ടാണ്. ഞാൻ പറഞ്ഞു ഞാനൊരു അലിഫ ട്യൂട്ടർ എന്ന സംഭവം സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്, അത് ഫ്രീലാൻസ് ആണ്. അത് നമുക്ക് ഫ്രീലാൻസ് ആയി ചെയ്യാം. വേറെ ഓപ്ഷൻ ഫ്രീലാൻസ് ഇതേപോലെ ഞാൻ പറയാം, ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ബ്രാൻഡ് നിങ്ങൾ ക്രിയേറ്റ് ആക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അറബിക്ക് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ചെറിയ ചെറിയ AI വെച്ചിട്ടുള്ള ചെറിയ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. ഓക്കെ, ഇപ്പൊ ഇതിൽ കുറെ പേര് പറഞ്ഞു എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന്. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഏതായാലും വെക്കേഷൻ കഴിഞ്ഞു അല്ലെ? വെക്കേഷൻ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തില്ലേ? മാസം 300 രൂപീസ് അല്ലെങ്കിൽ 400 അല്ലെ 500 രൂപ 15 ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു അറബിക്കിന് ഒരു സെക്ഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പോസ്റ്റർ ഇറക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ ഇട്ട് നോക്കി. ആരെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കി, നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പ്സിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്റ്റുഡൻസിനെ കിട്ടും. അല്ലെങ്കിൽ ഫേസ്ബുക്ക് കണക്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇടാം. അപ്പൊ ഏതെങ്കിലും പാരന്റ്സ് ഓക്കെ ഇഷ്ടമാണ് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം. അവിടെയാണ് നിങ്ങൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യേണ്ടത്. പിന്നീട് അവർ വഴി വരുന്നവര് അവർ കണക്ട് ചെയ്യുക, അങ്ങനെ കണക്ഷൻ ചെയ്യുക. അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. നിങ്ങൾ അത് നോക്കിയൊക്കെ ഒരുപാട് പേര് അതൊന്നും വേണ്ട. നിങ്ങൾക്ക് പോസ്റ്റർ ഒന്നും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ നിങ്ങൾ ഒരു ക്യാപ്ഷൻ ഇട്ടാലും മതി. ലൈക്ക് ട്യൂഷൻസ്
എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഗിവിംഗ് ട്യൂഷൻ ഫോർ ദ ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെ ഗ്രേഡ് ആണ് കമ്മ്യൂണിക്കേഷൻ ഏതാണ് കൊടുക്കുന്നത് അതൊക്കെ കൊടുക്കുക. അപ്പൊ ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാം. എപ്പോഴും നമ്മൾ ഒരിക്കലും, ചിലർ പറയും ആദ്യം തന്നെ നമ്മൾ ഒരു കമ്പനി തുടങ്ങുന്നതിന് നമ്മൾ സ്വപ്നം കാണാന്നൊക്കെ പറയും. പക്ഷെ എന്റെ കേസ് ഞാൻ എപ്പോഴും ചെറുത് സ്വപ്നം കാണാം. അതായത് എനിക്കൊരു 10 പേരെ കിട്ടണം എന്നുള്ളത് ഞാൻ ആദ്യം സ്വപ്നം കാണും, അല്ലെങ്കിൽ ഒരു കുട്ടീനെ കിട്ടണം എന്നുള്ള ആ ഒരു കുട്ടീനെ കിട്ടാൻ പിന്നെ നെക്സ്റ്റ് ഗോളിലോട്ട് പോവാം. 10 പേരായിക്കോട്ടെ, ഈ 10 പേരെ ചിലപ്പോൾ 20 പേരാക്കാം. ഈ 20 പേരാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് തോന്നും 20 പേരെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് കൂട്ടായിട്ട് ഒരു അസിസ്റ്റന്റ് നിങ്ങളുടെ ഫ്രണ്ടിനെ ആരെങ്കിലും നിങ്ങൾ ആഡ് ആക്കാം. അപ്പൊ നിങ്ങൾ 2 പേരായി, ആ 20 ചിലപ്പോൾ 40 ആവും. അങ്ങനെ നിങ്ങൾ ചെയ്യും, നിങ്ങൾ ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ 2 പേരുള്ളത് 3 ആവും, 3 പേരുള്ളത് 4 പേരാവും. അങ്ങനെയാണ് അത് ഞാൻ കമ്പനിയിലോട്ട് വരുന്നത്. അല്ലാതെ ആദ്യം തന്നെ ആരും വലിയ ബിൽഡിംഗ് എടുത്തിട്ട് ആ ബിൽഡിങ്ങിന് പേര് കൊടുത്തിട്ട് കമ്പനി ആവുന്നില്ല. ഇതിങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ. ഇപ്പൊ ഞാൻ ആദ്യം അറബിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് വേറൊരു ഹിന്ദിക്ക് വന്നു. ആ കുട്ടിക്ക് സെയിം ഹിന്ദി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹിന്ദി എടുക്കൂല, പിന്നെ എന്റെ ഫ്രണ്ടിനെ ആഡ് ആക്കി. പിന്നെ രണ്ടാമത് മാത്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ മാത്സിന് ആഡ് ആക്കണം. അപ്പൊ എനിക്ക് മാത്സ് കൊടുക്കാൻ എനിക്ക് പേടിയാണ്, കാരണം മാത്സ് എനിക്ക് ഒന്നാമത് അറിയില്ല, പിന്നെ ഞാൻ കൊടുക്കുന്ന ആള് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പൊ ഞാൻ എന്താ എന്റെ ഹസ്ബൻഡിനെ ആഡ് ആക്കി. എന്റെ ഹസ്ബൻഡ് ഓൾറെഡി പ്രൊഫസർ ആയിരുന്നു, അസിസ്റ്റന്റ് ലെക്ചറർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ മൂപ്പരാൾ മെല്ലെ മാത്സിന് വേണ്ടി ആഡ് ആക്കി. മൂപ്പരാള് ആദ്യം എന്നോട് പറയുന്നത് ഇങ്ങനെ ഇത് ഞാൻ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. ഇത്രയും നേരങ്ങൾ ഇരിക്കണ്ടേ, ക്ലാസ് എടുത്തിട്ട് ബോറിംഗ് ആന്നൊക്കെ പറയുന്നത്. പിന്നെ മൂപ്പരാള് 2-3 കുട്ടികളെ എടുത്തപ്പോഴാണ് മൂപ്പരാൾക്ക് തോന്നിയത് ഓക്കെ ഈസിയാണ്, കാരണം ഫുഡ് കഴിക്കാൻ അവിടെ ഇവിടെ നിന്ന് കഴിക്കുക, ഫ്രണ്ട്സെല്ലാം പോയി കാണാം, വീട്ടിൽ തന്നെ വരാം, ക്ലാസ് എടുക്കുക. ഒരു 1 മന്ത് മൂപ്പരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പൊ കഴിഞ്ഞ മന്ത് ഇതേപോലെ ഒരു ബിടെക്കിന്റെ എന്റെ സ്റ്റുഡന്റിന്റെ ഫാദറിന് ബിടെക്കിന്റെ ക്ലാസ് വേണം പറഞ്ഞിട്ട് ബിടെക്കിന്റെ ക്ലാസ് മൂപ്പരാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 4-5 ക്ലാസ് സെക്ഷനെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു എമൗണ്ട് 10,000 അടുത്ത എമൗണ്ട് മൂപ്പരാൾ കിട്ടി. കാരണം ഈ ബിടെക് സെക്ഷനൊക്കെ ആകുമ്പോൾ എന്തായാലും 500-600 ഒക്കെ ആയിരിക്കും പേയ്മെന്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഒരു 10-15 അല്ലെങ്കിൽ 5-6 സെക്ഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം നല്ലൊരു എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. പിന്നെ നിങ്ങൾക്ക് അറബിക് കോണ്ടന്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കോണ്ടന്റ് ആയിട്ടുള്ളവരൊക്കെ ഒരുപാട് കമ്പനീസ് വിളിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ആഡിലൊക്കെ അറബിക്കിന് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മീഡിയയിലായിരുന്നു അവന് പറഞ്ഞ അവർക്ക് മീഡിയ അവന് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് അറബിക് വേർഡ്സ് ആഡ് ആക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അറബിക്കിന് അവൻ എന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമ്മൾ അറിയാത്ത ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇടയിൽ വരുന്നുണ്ട്, നമ്മളത് കണ്ടെത്തുന്നില്ല എന്നതാണ് പ്രശ്നം. അതായത് നമ്മൾ എപ്പോഴും എവിടുന്ന് എനിക്ക് ജോബ് കിട്ടാന്നാ ചോദിക്കുന്നത്, അല്ലാതെ എന്ത് സൊല്യൂഷൻ ആണ് ഈ അറബിക്കിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ആരും ശ്രദ്ധിക്കുന്നില്ല. അതാണ് ഒരു മിസ്റ്റേക്ക് നമുക്ക് വരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അറബിക്ക് എവിടെയൊക്കെ ഇപ്പൊ ടീച്ചർ ജോബ് അല്ലാതെ തന്നെ വേറെ എവിടെയൊക്കെ അറബിക്കിന് വേണ്ടി വരും എന്നുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഡൗട്ട്സ് കഴിഞ്ഞു തോന്നുന്നു. സന്തോഷമുണ്ട്, ഒരു 30ന്റെ മേലെ ആൾക്കാർ ഇപ്പോഴും ഓൺലൈനിൽ ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് സെക്ഷൻ ആണോ നിങ്ങൾ എന്റെ കേൾക്കുന്നത്? ഇതിന് മുമ്പ് ആരും കണ്ടിട്ടില്ല? ഇല്ല. ഓക്കെ, അപ്പൊ അതിന്റെ സന്തോഷായി. കാരണം എപ്പോഴും നമ്മൾ കാണുന്നവരാകുമ്പോ നമുക്ക് ബോറിംഗ് ആവില്ല, കാണാത്തവരാകുമ്പോ. ഓക്കെ, അപ്പൊ എന്റെ പേര് മുസ്ബിറ എന്നാണ്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഫാസിൽ സാറോട് പറയാം. കണക്ട് ചെയ്യണമെങ്കിൽ ഫാസിൽ സാർ ത്രൂ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ദെൻ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സെക്ഷൻ? ഞാൻ അധികം പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു, അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് തുടങ്ങാന്ന് വെച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഇനിയും ഒരുപാട്, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോഴും ടീച്ചിങ്ങിലാണ് നിങ്ങൾ കൂടുതലായിട്ട് ലൈക്ക് ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സാർ ഓൺലൈൻ ഉണ്ടോ, ഇവിടെ പോയോ? അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ എങ്ങനെയാ ഡെമോ ക്ലാസ് കൊടുക്കാം, എങ്ങനെ ഒരു ടീച്ചിങ് ക്ലാസ്സസ് കൊടുക്കാം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാസിൽ സാറെ കണക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതായത് കുറച്ച് ഒരു UAE സിലബസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു വർക്ക്ഷീറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഈ കേരള സിലബസ് UAE സിലബസ് നല്ല മാറ്റമുണ്ട് കേട്ടോ. അത്യാവശ്യം എക്സ്പീരിയൻസ് ആണെന്നില്ല, പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുക, പ്രാക്ടീസ് വേണ്ടി വരും. അത് നിങ്ങൾ നേടിയെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വല്ല സെക്ഷൻസ് വേണമെങ്കിൽ സാറോടൊന്ന് റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ചെറിയൊരു പ്രോഗ്രാം ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ തരുമോ? ഞാൻ ഇത്രയും നേരം സംസാരിച്ചതല്ലേ. അസ്സലാമലൈക്കും. ഹലീമ ദസ്നി അല്ലേ? അതെ, വോയിസ് ക്ലിയർ അല്ലേ? അതെ, പറഞ്ഞോളൂ. നമുക്ക് ഈ സെഷൻ എടുത്ത മുസ്ബിറ മാം അവിടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ സ്വപ്നങ്ങൾ വളരാനൊക്കെ നല്ലൊരു
പ്രചോദനമായിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇൻഷാല്ലാ. അപ്പോ അല്ലുയൂൻ അക്കാദമിയുടെ പേരിലും ഫാസിൽ സാർ ഒരു യാത്രയിലായിപ്പോയി. അതാണ് സാറിന് ലാസ്റ്റ് എൻഡിങ്ങിൽ എത്താൻ പറ്റാണ്ടായത്. അതാണ് ആളെ കാണാത്തില്ലേ. അതെ ഇൻഷാല്ലാ. അപ്പോ സാറിന്റെ പേരിലും അല്ലുയൂൻ അക്കാദമിയുടെ പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇൻഷാല്ലാ ഇനിയും നമുക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായ സെഷനുകൾ കുറെ എടുത്തരാണ് റബ്ബ് തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇതാക്കുന്നു ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് ചെറുതായിട്ട് എൻഡ് ചെയ്യാം അല്ലേ. അപ്പൊ ഇത് യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കൊന്ന് ഞാൻ കൊടുക്കുന്ന ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് ചെറുതായിട്ട് ഒരു ഫുഡ് ഇൻഫെക്ഷൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഉച്ചക്ക് ഒരു ഷവർമ കഴിച്ചു. അപ്പൊ ഞാൻ വീട്ടിലെത്തിയത് ഏകദേശം 7 മണിയാണ്. അതിന് ശേഷം വേഗം നിസ്കരിച്ച് ഞാൻ ഇരിക്കുക ചെയ്തത്. അപ്പൊ ഞാൻ ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു. പിന്നെ നമുക്കത് ക്യാൻസൽ ആക്കാൻ പറ്റില്ല വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് പ്രിപ്പയർഡ് അല്ല. അപ്പോ അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് ഞാൻ ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് എന്തായാലും അടിപൊളിയാക്കാം. ഞാൻ എന്തായാലും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഫാസിൽ സാറോടും, നിങ്ങൾക്ക് ഇതേപോലെ ഒരു ക്ലാസ് കൊടുക്കുന്ന ഒരു സെക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. ഇത് ഫ്രീ സെക്ഷൻ ആയിട്ടൊക്കെ ആണെങ്കിൽ പോവുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ എല്ലാവരും ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ ആക്കാം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു കറന്റ് ഒരുപാട് ഫുഡിന്റെ പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ ഷിഗല്ല, നിപ്പ എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പഠിച്ചൊക്കെ ആക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇന്നലെയൊക്കെ മലപ്പുറത്ത് ഷിഗല്ല സംഭവിച്ചിട്ട് ഒരു കുട്ടിയൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബസ്സിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടീന്റെ ക്ലാസ്സിലെ കുട്ടി തന്നെയാണ്. അപ്പൊ അവരൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടിലാണ് നമ്മുടെ മക്കൾക്കൊക്കെ. അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഇനി തൊട്ടിട്ട് ലൈക്ക് ഇപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ നെഗറ്റീവ് എനർജി എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ ബാക്കിലോട്ട് വലിക്കുന്ന സംഭവം എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള കോൺഫിഡൻസിന്റെ കുറവായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരു മതിൽ കെട്ടിയിട്ട് നിങ്ങൾ അതിന് പുറത്ത് ചാടാൻ നോക്കുക. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ കിച്ചണിലും ഒതുങ്ങാണ്ട് പുറത്തേക്ക് ഇറങ്ങണം. കാരണം എനിക്ക് കഴിയെങ്കിൽ നിങ്ങൾക്ക് അത് കഴിയാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളെല്ലാവരും ഒരുപാട് പ്രോബ്ലംസ് ആയിട്ട് വരുന്നവരാണ്. ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും അതെല്ലാം ഫാമിലി പ്രോബ്ലംസ് ആണെങ്കിലും. ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ശരിക്കും ലൈക്ക് ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തുന്നു, അല്ലെങ്കിൽ ഇത്ര ഒരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈഫ് ഞാൻ സ്വപ്നം കണ്ടതേ അല്ല. ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോഴും ഒരുപാട് പ്രോബ്ലംസ് വന്നപ്പോഴും ജീവിക്കണോ എന്ന് പോലും തോന്നിയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് തരണം ചെയ്ത് നമ്മൾ എത്തുമ്പോൾ പിന്നെ റബ്ബ് നമ്മളെ എന്താ പറയാ, നമ്മളങ്ങനെ പരീക്ഷിക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നവരുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഇയർ ഞാൻ ഒരു ട്യൂമർ പേഷ്യന്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത് പിന്നെ ഞാൻ ഡയഗ്നോസിസ് ചെയ്തിട്ട് വേറൊരു HS എന്ന് പറയുന്ന സംഭവം വന്നിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോ എന്നെ കാണുമ്പോൾ ഇപ്പൊ ഞാൻ നല്ല ഹെൽത്തി ആയിരിക്കും, കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് ആ ഒരു മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഹെയർ ലോസ് ആവുന്നുണ്ട്, ഹെയർ ഫുള്ള് വെട്ടി, ഒരുപാട് ശരീരമൊക്കെ ആകെ കുത്തി കുറെ പാടും കാര്യമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം എന്നോട് ഫാസിൽ സാർ പറഞ്ഞു, നിന്നെപ്പോലത്തെ ഒരുപാട് പേരുണ്ട്, കുട്ടികളുണ്ട്, പെൺകുട്ടികൾ ഇതിലുണ്ട്. അപ്പൊ അവരൊക്കെ എന്തുകൊണ്ടാണ് ഈ ബാക്ക് നിൽക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ അവരൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അവരങ്ങനെ തളർത്ത് കൊടുത്തിട്ട് പൂടിപ്പിക്കണം. അപ്പൊ അത് എത്ര സെക്ഷൻസ് വേണ്ടി വരും എന്ന് അറിയില്ല. അപ്പൊ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും എല്ലാ ആഗ്രഹങ്ങളും അതായത് ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ നല്ല പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് സെക്ഷൻസ് വെക്കട്ടെ. ഞാൻ എന്തായാലും ഫാസിൽ സാറെ കണക്ട് ചെയ്ത് പറയാട്ടെ. നിങ്ങളുടെ റിക്വസ്റ്റും കാര്യം ഒന്ന് നോക്കാം ഞാൻ. അപ്പോ എന്തായാലും ഇൻഷാല്ലാ കാണാട്ടോ. അപ്പൊ ഞാൻ ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും ഉണ്ടോ ഇനി ആർക്കെങ്കിലും? ഇല്ല അല്ലേ? ഓക്കെ, നമുക്ക് ഇന്ന് പോയാലോ. നെക്സ്റ്റ് സെക്ഷനിൽ കാണാം കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സലാം. അസ്സലാമു അലൈക്കും.